ഏതല്ല ചേച്ചാനെ, നിങ്ങൾ ചർച്ച നിങ്ങൾ ഏത് വിഷയമാണ് സംസാരിക്കുന്ന അറിയില്ല, അറിയായിട്ട് ചോദിക്കാണ്. നിങ്ങൾ കുറെ നാൾ ഉണ്ടായില്ല സംഘടനയില്. എന്താന്ന് ഈ സുഹൃത്തെ ഗുണ്ടാ സംഘങ്ങൾ? എന്താ ഇന്നലത്തെ ക്ലിപ്പൊക്കെ കേട്ടിട്ടേ? ഏ എന്താണിത്? തനി ഗുണ്ടായിസല്ലേ? ടൈഗർ സുന്നി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെയുണ്ടോ? മൈക്രോലൈസ് ചെയ്യുന്നു. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏതായാലും സഹോദരന്മാരെ, ഞാനിപ്പോ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് അടിച്ചു വിട്ടതിന് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു എന്താ പറയുന്നത്, അമീർ സാഹിബ് ഈ പരിപാടിക്ക് ശേഷം, ഇപ്പോ പ്ലേ ചെയ്ത പരിപാടിക്ക് ശേഷം സൗണ്ട് തീരെ ഇല്ലേ? ഇത് മാക്സിമം സൗണ്ടാണ്. ഏതായാലും പരമാവധി സൗണ്ട് ഞാൻ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോഴോ സൗണ്ട് കുറവ് തന്നെയാ? തീരെ കേൾക്കുന്നില്ലേ? ഏതായാലും ഞാൻ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും ഈ വിഷയത്തിന്റെ സ്പെഷ്യലിസ്റ്റ് സുഹൃത്ത് ARCKP ഉണ്ട്. അതുപോലെ തന്നെ സുന്നിസം ഒക്കെ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. തീരെ സൗണ്ട് ഇല്ലേ? തീരെ ശബ്ദം കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പം സത്യം പറഞ്ഞാല് ഞാന് വളരെ മനോഹരമായ ഒരു പരിപാടി, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പ്രമുഖരായ ആരുമില്ലാതെ വളരെ മനോഹരമായിട്ട് തന്നെ ഈ പരിപാടി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഒരു ദാരിമി, അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള അൻസാർ മാസ്റ്റർ അടക്കമുള്ള റസാഖ് ഹാജിയെ പോലുള്ള, നിങ്ങൾ മനസ്സിലാക്കണം, ഈ റസാഖ് ഹാജിയെ പുറത്താക്കിയ റസാഖ് ഹാജി ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഈ മുടിയെ ശക്തമായി എതിർത്തതിന് ശേഷം പിറ്റേ ദിവസം സിറാജ് പത്രത്തിൽ അദ്ദേഹത്തെ പുറത്താക്കിയതായിട്ട്, ഇപ്പോഴും ശബ്ദം കുറവ് തന്നെ പറയുന്നത്. ഞാൻ ഹെഡ്സെറ്റ് ഒന്ന് മാറ്റിക്കുത്തി നോക്കാം. ഏതായാലും ഹെഡ്സെറ്റ് ഒന്ന് മാറ്റിക്കുത്തി ഒന്ന് നോക്കാം. ഇപ്പവും കേൾക്കുന്നില്ലെങ്കിൽ വേറെ ഇപ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയും തോന്നില്ല. ഞാനൊന്ന് ഹെഡ്സെറ്റ് ഒന്ന് മാറ്റിക്കുത്തി നോക്കാം. ഇപ്പൊ കേൾക്കാവോ? അത് USB ഹെഡ്സെറ്റ് ആകുമ്പോൾ കുറച്ച് ക്ലിയർ കൂടുന്നുണ്ട്. മറ്റേ സാധാരണ റൗണ്ട് ആയിരുന്നു. ഏതായാലും ഇരിക്കട്ടെ. ഈ റസാഖ് ഹാജിയെ അദ്ദേഹം അതിശക്തമായി ഈ മുടിയെ കശക്കി എറിഞ്ഞ് സംസാരിച്ചതിന് ശേഷം പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസമോ സിറാജ് പത്രത്തിൽ ഒരു റിപ്പോർട്ട് കണ്ടു, ഈ റസാഖ് ഹാജിയെ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് പുറത്താക്കിയത്. നിങ്ങളൊക്കെ വായിച്ചതായിരിക്കില്ല, പലരും അത് ഒരുപക്ഷെ കണ്ടിരിക്കും. ഈ റസാഖ് ഹാജിയെ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്, എന്താ സംഘടനാ വിരുദ്ധ പ്രവർത്തനം? ഈ വ്യാജകേശങ്ങൾ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം അല്ല എന്ന സത്യം കണ്ടെത്തി അത് സമൂഹമധ്യേ തുറന്ന് പറഞ്ഞപ്പോ, ഞാൻ ഒരു മുസ്ലിയാരുടെ ഫേസ്ബുക്കിലുള്ള കമന്റ് കണ്ടു, ഇതുപോലുള്ള കീടങ്ങൾ ഇനിയും പുറത്തു പോകും, കീടങ്ങളൊക്കെ പോയി സംഘടന ശുദ്ധിയാകുന്നു എന്നോ മറ്റോ ഒരു മൊയ്ലിയാര് ഒരു ഫേസ്ബുക്കിലുള്ള കമന്റ് ഞാൻ വായിക്കാനിടയായിരുന്നു. അപ്പൊ ഒരാള് വ്യക്തമായി ഇത് വ്യാജമാണെന്ന് തുറന്നടിച്ചു സമൂഹ മധ്യേ പറഞ്ഞ് ഒലിപ്പിച്ച് മണപ്പിച്ച് ഒരു കോലത്തിൽ ഈ വിഭാഗത്തെ കുളിപ്പിച്ച് കിടത്തിയതിനു ശേഷം ഇവര് പറയാ പത്രത്തില്, ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു. ഭയങ്കര പുറത്താക്കല്ലേ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം
അങ്ങനെ പുറത്താക്കി എന്ന് കൊടുക്കാൻ അവർക്ക് അതിനും ഒരു ചാൻസ് കിട്ടിയില്ല. കാരണം പണ്ടേ ഞാൻ അകത്ത് അല്ലാത്തത് കൊണ്ട്. ഏതായാലും വളരെ മനോഹരമായിട്ട് തന്നെ തനതായ നാടൻ ശൈലിയിൽ പറയാനുള്ള വിഷയങ്ങൾ ഞാൻ ബഹുമാന്യനായ സുഹൃത്ത് അൻസാർ മാഷെ പറ്റി ഓർത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന്, ഒരു സാധാരണക്കാരനിൽ സാധാരണക്കാരനാണെങ്കിലും അദ്ദേഹത്തിന്റെ പരിമിതികളും അദ്ദേഹത്തിനുള്ള ആ ന്യൂനതകളും ഒക്കെ അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം വിഷയങ്ങൾ നന്നായി പഠിക്കാൻ ശ്രമിക്കുകയും കിതാബുകൾ അദ്ദേഹം ഉള്ളിടത്തു നിന്ന് സംഘടിപ്പിക്കുകയും അല്ലാതെ മറ്റുള്ളവ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും കിതാബിൽ നിന്ന് വളരെ അദ്ദേഹത്തിന്റെ ആ ഹാർഡ് വർക്കിംഗ് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇന്ന് പല ആളുകളും ഒരു സമ്മേളനമുണ്ടെങ്കിൽ അവിടെയുള്ള മുത്തഅല്ലിമീങ്ങളെ കൊണ്ട് കിതാബിന്റെ 3-4 ഭാഗങ്ങൾ നോക്കിയിട്ട് കടലാസിൽ നോട്ട് ബുക്ക് കുറിക്കുന്നത് പോലെ കുറിച്ചെടുത്ത് ആ പ്രസംഗവേദിയിൽ കയറിയിട്ട് വളരെ മനോഹരമായ ശൈലിയിൽ ഈണത്തിലും താളത്തിലും വിഷയത്തിന്റെ മുമ്പും പിമ്പും നോക്കാതെ, വിഷയത്തിന്റെ മർമ്മം നോക്കാതെ തട്ടിവിടുന്ന ഒരു കാലമാണുള്ളത്. ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ ശവ്വാൽ മാസപ്പിറവി കണ്ടതായി എന്ന് പറഞ്ഞപ്പോ പണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു സുഹൃത്ത് അദ്ദേഹം റേഡിയോ ഓഫ് ചെയ്ത് തക്ബീർ ചൊല്ലിക്കൊണ്ട് പള്ളിയിലേക്ക് പോയൊരു സംഭവം ഞാൻ പലവട്ടം മുമ്പ് ക്ലാസ് റൂമിൽ സൂചിപ്പിച്ചിരുന്നു. ശവ്വാൽ മാസപ്പിറവി കണ്ടതായി എന്ന് പറഞ്ഞ ഉടനെ അദ്ദേഹം എന്ത് ചെയ്തതാണ്? റേഡിയോ ഓഫ് ചെയ്തതാണ്. ശവ്വാൽ മാസപ്പിറവി കണ്ടതായി ഇതുവരെ വിശ്വാസയോഗ്യമായ റിപ്പോർട്ടുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് റേഡിയോയിലുള്ള ന്യൂസ്. അപ്പൊ അത് പകുതി കേട്ടതുപോലെ ഈ കിതാബിന്റെ ഇബാറത്തുകളും അതുപോലെ തന്നെ മറ്റുള്ള പല വിഷയങ്ങളും പകുതിയും അരഭാഗവും ഒക്കെ കേട്ട് മറ്റു പല ആളുകളും കുറിച്ചെടുക്കുന്ന ഭാഗങ്ങൾ കുറിച്ചെടുത്തുകൊണ്ട് ഭയങ്കര പ്രസംഗം തന്നെ. ഏതായാലും നേരത്തെ ദാരിമി ഉസ്താദ് ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്ത. ഇത് ഈ ഇഖ്ബാൽ മുഹമ്മദ് ജാലിയവാല വിശ്വസ്തനാണെന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഇഖ്ബാൽ മുഹമ്മദ് ജാലിയവാലയെ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ്. അത് വളരെ പ്രസക്തമായ ഭാഗമാണ്. ഏതായാലും നിഷ്പക്ഷ മനസ്സുമായി കുടുസായ സങ്കുചിത മനോഭാവമില്ലാതെ ഒരു തുറന്ന മനസ്സുമായി ഇന്നത്തെ പരിപാടി ഒരു 2 വട്ടം കേൾക്കേണ്ട, 1 വട്ടമെങ്കിലും മനസ്സിരുത്തി ഒരാള് കേട്ടിരുന്നുവെങ്കിൽ എന്താകും? അവർക്ക് കുരുത്തക്കേടിന്റെ പൂർണ്ണരൂപം 1989 ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ പോലുള്ള മഹാരഥന്മാരായ ആലിമുകളെ തള്ളിയിട്ട് അവരെ വലിച്ചു ചാടിയിട്ട് ഇറങ്ങി വന്നവരാണ് കുരുത്തക്കേടിന്റെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുക. അപ്പൊ ഒരു വിശദീകരണത്തിന്റെ, ഒരു ഷറഹിന്റെ ആവശ്യം ഇന്നത്തെ ഈ പരിപാടിയെ പറ്റി പറയേണ്ടത് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വളരെ വ്യക്തമായിട്ട് കാരണം വളരെ സത്യം പറഞ്ഞാൽ വളരെ സ്പഷ്ടവും വളരെ പ്രസക്തവുമായ ചോദ്യങ്ങളാണ് അവിടെയുള്ള ആളുകള് ചോദിക്കുകയും അതിന് നൽകിയ മറുപടി സനദിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ബറക്കത്തെടുക്കുന്ന വിഷയത്തെ സംബന്ധിച്ചും ബറക്കത്തെടുക്കുന്ന വിഷയവും നിസ്ബ ചെയ്യുന്ന വിഷയവും തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ മുസ്ലിം ലോകം ഒന്നടങ്കം അത് കൈകാര്യം ചെയ്തു വരുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് എങ്ങനെ കാണണം, അതുപോലെ തന്നെ എങ്ങനെയാണ് മഹാന്മാർ ഈ വിഷയത്തിൽ കണ്ടിട്ടുള്ളത് എന്ന് തുടങ്ങി വളരെ മനോഹരമായ, സത്യം പറഞ്ഞ വളരെ മനോഹരമായ ശൈലിയിൽ തന്നെ അത് അവതരിപ്പിച്ച പയ്യോളി ഉള്ള ആ അൻസാർ മാഷ് എന്ന എന്റെ സുഹൃത്തിനും അതുപോലെ തന്നെ അവിടെയുള്ള ഉസ്താദ് ദാരിമി ഉസ്താദ് അവർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദിയും ആശംസയും ഒക്കെ അർപ്പിക്കുന്നു. ഏതായാലും ഇവിടെ ഞാനായിട്ട് കൂടുതൽ പറയേണ്ട വിഷയമില്ല. ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് സുഹൃത്ത് ARCKP താഴെ ജാഗരൂകനായിട്ട് നിൽക്കുന്നുണ്ട്. ഏതായാലും ഗുണ്ട ക്ലിപ്പൊക്കെ ഞാൻ കേട്ടു. ഏതായാലും ക്ലിപ്പ് KCR പ്ലേ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗുണ്ട ക്ലിപ്പ് കേട്ടിരുന്നു. അമീർ സാഹിബ് ഏതായാലും ആ ക്ലിപ്പ് പ്ലേ ചെയ്യുന്നതിന് മുമ്പ് വല്ലതും ഒരു ഇക്കാമ കൂടി ഒന്ന് പുതുക്കി കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്താൻ വേണ്ടി എന്നെ കൊണ്ടൊന്ന് വിളിപ്പിച്ചിരുന്നു. പക്ഷേ ഒന്നുകിൽ എന്റെ ഭാഗ്യത്തിന് അല്ലെങ്കിൽ ഹംസാഖാന്റെ ഭാഗ്യത്തിന്
അയാൾ ഫോൺ എടുത്തില്ല. എന്റെ ഭാഗ്യത്തിനെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ഫോൺ എടുത്ത് ക്ലിപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം വേറെ ഒരു ടീം കൂടി ഇതൊന്നും പുതുമയുള്ള കാര്യമല്ല. ഇതൊന്നും പുതുമയുള്ള കാര്യമല്ല. കാരണം ഞാനൊന്ന് സൂചനക്ക് വേണ്ടി പറയാണ്, ഈ മുടി വിവാദം വളരെ വ്യക്തമായി വിഷയങ്ങൾ പുറത്തു വന്നതിന് ശേഷം കണ്ണൂർ ജില്ലയിലുള്ള SYSന്റെ ഒരു ബിരുദധാരിയായ ഒരു ഉന്നതനായ നേതാവ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, എനിക്ക് തൊട്ടാൽ എന്താ പറയണ്ടേ, ഉളു മുറിയാത്ത തരത്തിലുള്ള ബന്ധമുള്ള ഒരാളോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അവൻ കല്യാണം കഴിച്ചിരിക്കുന്ന ചില ബന്ധങ്ങൾ മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ കണ്ണുപൂട്ടിയതാണ്, അല്ലെങ്കിൽ അവനെ ചെയ്യേണ്ട കാര്യം ഞങ്ങളുടെ പ്രവർത്തകന്മാർക്കും ബന്ധപ്പെട്ടവർക്കും എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി ഞങ്ങൾക്കറിയാം എന്ന് അന്ന് തന്നെ ഞാൻ ആ വിഷയത്തെപ്പറ്റി കിട്ടിയിരുന്നു. പിന്നെ രണ്ടാമത് ജാലിയവാലയെ സംബന്ധിച്ച്, ജാലിയവാല എനിക്കെതിരെ കേസ് കൊടുത്തു എന്നുള്ള ഒരു സംസാരം ഞാനിങ്ങനെ നെറ്റിലൂടെ കേട്ടപ്പോ തലശ്ശേരിയിലുള്ള ഒരു പ്രമുഖനായ വക്കീലിന്റെ അടുക്കൽ ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച്, കാരണം പണ്ട് പേരോടത്ത് റഹ്മാൻ സക്കാഫിന്റെ ഉസ്താദ് പഠിപ്പിച്ചു തന്നിരുന്നു, ഓരോ വിഷയത്തെ സംബന്ധിച്ചും അറിവുള്ള ആളുകളോട് ചോദിച്ചു പഠിക്കണം. അപ്പൊ ഫസ്അലു അഹ്ലൽ ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. അപ്പൊ നിയമപരമായ അറിവ് ഒരു വക്കീലിന്റെ അടുത്ത് നിന്ന് തേടേണ്ടത് കൊണ്ട് തന്നെ ആ ഒരു വിഷയ സംബന്ധമായി ജാലിയവാല ഇനിയിപ്പം ബോംബെ പോലീസിന് കേസ് കൊടുത്തിട്ട് ബോംബെന്ന് പോലീസുകാർ വരുമോ എന്നുള്ള ഒരു വിഷയം വന്നപ്പോ തലശ്ശേരിയുള്ള ഒരു പ്രമുഖനായ വക്കീലിന്റെ അടുക്കലേക്ക് ഞാൻ വിഷയത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോദിച്ചു, 2011 നിങ്ങൾ അവിടെ പോയിട്ട് 2.5 കൊല്ലം കഴിഞ്ഞിട്ടും അയാളെ കയ്യിലുള്ള മുടി പോയത് ഈ 2013 അയാൾ അറിയുന്നത്? അതുകൊണ്ട് അതൊന്നും നിങ്ങൾ പേടിക്കണ്ട, അതൊന്നും നിലനിൽക്കില്ല. ആ അമുസ്ലിമായ, ആ ഇസ്ലാം മതവിശ്വാസി അല്ലാത്ത അമുസ്ലിം സുഹൃത്തായ വക്കീൽ അന്ന് എന്നോട് പറഞ്ഞു, പക്ഷേ നിങ്ങൾ ജാലിയവാല എന്ന് പറയുന്ന വ്യക്തി കേസ് കൊടുക്കുമോ എന്നൊന്നും നിങ്ങൾ ഭയക്കണ്ട. പക്ഷെ നിങ്ങൾ ഭയക്കേണ്ട ഒരു കാര്യം, ചേകനൂർ മൗലവിക്ക് സംഭവിച്ച ഒരു കാര്യം അത് സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അന്ന് അമുസ്ലിം സുഹൃത്തായ വക്കീല് പറഞ്ഞു തന്നിരുന്നു. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ എന്ന് ഖുർആനിന്റെ അധ്യാപനം, അത് വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. അതുകൊണ്ട് തന്നെ അതൊന്നും ഒരു ഹംസഹക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹംസ അല്ലാത്ത ആളെയോ കണ്ടിട്ട് ഇറങ്ങി തിരിച്ച ആളുകളല്ല. ഏതായാലും രാമന്തള്ളി തടിസലാമത്തായി എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഏതായാലും ഇത്തരം കാര്യങ്ങള് ഒരു വായയിലൂടെ അല്ലെങ്കിൽ മറുവായയിലൂടെ പുറത്തു വരും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം അതൊക്കെ ഒരു വെറും തോന്നല, ആ കാലങ്ങളൊക്കെ പോയി. കാരണം ഒരാള് പറയാണ്, നൗഷാദ് ഹസനി പണ്ട് പറഞ്ഞൊരു ക്ലിപ്പ് ഞാൻ ഒരു മുസ്ലിയാരോട് പറഞ്ഞ ക്ലിപ്പ് ഞാൻ കേട്ടു, ജിഷാൻ അവനോട് സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കണം, അവനൊക്കെ ക്ലിപ്പാക്കും. ആ നൗഷാദ് ഹസനി ഈ പറഞ്ഞ കാര്യം ആ മുസ്ലിയാർ ക്ലിപ്പാക്കിയിട്ട് അയാൾ എനിക്ക് അയച്ചു തന്നു. അപ്പോ ക്ലിപ്പിങ്ങിന്റെ കാര്യം ഇതൊക്കെ എല്ലാവരുടെ കയ്യിലുള്ള കാര്യമാണ്. അപ്പോ ആളുകൾക്ക് അതൊരു ധാരണ മാത്രമാണ്. ഇത് ഈ ക്ലിപ്പാക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ തന്നെ ക്ലിപ്പാക്കുന്നുണ്ട്, അവര് തന്നെ ക്ലിപ്പാക്കുന്നുണ്ട്. അപ്പോ വലിയോൻ ചെയ്താൽ പിന്നെ തെറ്റാവില്ല, ചെറിയോൻ ചെയ്താൽ പിന്നെ തെറ്റാകും. ആ ഒരു വ്യത്യാസം മാത്രമേ ഈ വിഷയത്തിൽ ഉള്ളൂ എന്ന് സാന്ദർഭികമായി ഉണർത്തിയാണ്. കാരണം വലിയ ആളുകൾ ചെയ്താലും കാരണം പണ്ട് പറയുന്നൊക്കെയുണ്ട്, 1000 ലോഡ് ആനക്കൊമ്പ് കടത്തിയ അവൻ ഒരിക്കലും പിടിക്കപ്പെടൂല. അതേ സമയത്ത് ഒരു അര പാക്കറ്റ് കഞ്ചാവ് കീശയിലിട്ട് ഭരിക്കാൻ വേണ്ടി ഒരുത്തൻ അവന്റെ വീട്ടിലേക്കോ ഗ്രാമത്തിലേക്കോ കടക്കുന്ന വഴി ചെക്ക് പോസ്റ്റ് വഴി അവൻ അറസ്റ്റ് ചെയ്യപ്പെടും. അവൻ എന്ത് ചെയ്യപ്പെടും? വിചാരണ ചെയ്യപ്പെടും. അവൻ അതിന്റെ പിന്നാലെ കുടുങ്ങും. അപ്പോ എന്തായാലും വലിയ തെറ്റ് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും അത് പുറംഭാഗത്തേക്ക് എത്തപ്പെടാറില്ല എന്നുള്ളത് ഒരു വിധിയുടെ വിളയാട്ടമായിരിക്കാം. ഏതായാലും ഇരിക്കട്ടെ. ഏതായാലും അൽഹംദുലില്ലാ ഇപ്പോ 5-8 മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിവാദത്തെ സംബന്ധിച്ച്
ഒരാള് അദ്ദേഹത്തിന്റെ നിഷ്പക്ഷ മനസ്സുമായി ഒരാള് ഇവിടെ ഇ.കെ.കാരനാവണ്ട, SKSF-ന്റെ അനുഭാവിയാവണ്ട, AP-കാരനാവണ്ട, ഒരാള് വേണ്ട, സംസ്ഥാനക്കാരനാകണ്ട, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് നിഷ്പക്ഷ മനസ്സുമായി ഇവിടെ എന്തൊക്കെ നടന്നു, ഒരാൾ ക്ലിപ്പ് മാത്രം കേൾക്കണം എന്ന് ഒരിക്കലും പറയുന്നില്ല, കേൾക്കണം. എന്തൊക്കെയാണ് മറുഭാഗത്തുള്ള ആളുകൾ പറയുന്നത്, എന്തൊക്കെയാണ് മുടിയെ ന്യായീകരിക്കുന്ന ആളുകൾ പറയുന്നത്, മുടിയെ എതിർക്കുന്ന കക്ഷികൾ എന്തൊക്കെ പറയുന്നു, ഇതൊക്കെ ഒരു തുറന്ന മനസ്സോടെ ഒരാൾ ഇരുന്ന് കേട്ടാൽ ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക് ആണ് എന്ന് പറയാൻ സാധ്യമല്ല. ഏതായാലും സുഹൃത്ത് അൻസാർ മാഷ് ഒരു കാര്യം അബ്ദുൽ നസീർ അസ്ഹരി ഒരു കാര്യം മനസ്സിലാക്കിയില്ല. കാരണം അബ്ദുൽ നസീർ അസ്ഹരിയെ ഞാൻ സാക്ഷിയായിട്ട് പല സ്ഥലത്ത് കൊണ്ടുവന്നപ്പോ അൻസാർ മാഷ് ഒരിക്കലും ഞാൻ പറഞ്ഞ കാര്യം അദ്ദേഹം തന്നെ പ്രസംഗത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. ഇഷാൻ പറഞ്ഞത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയതല്ല ഒരിക്കലും അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ഞാൻ സൂചിപ്പിച്ച സൂചനകൾ, ആ പോയിന്റുകൾ ബേസ് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അന്ന് തന്നെ ഞാൻ അബ്ദുൽ നസീർ അസ്ഹരി ഇതിന് സാക്ഷിയാണെന്ന് പറഞ്ഞപ്പോ അത് ഞാൻ പറഞ്ഞ് കണ്ണടച്ച് വിശ്വസിക്കാതെ നസീർ അസ്ഹരിയെ നേരിട്ട് വിളിക്കുകയും സംസാരിക്കുകയും ഫോണിൽ തന്നെ സംസാരിക്കുകയും പലവട്ടം സംസാരിക്കുകയും അതിനുശേഷം ഇന്ന് ഈ മുടിക്കെതിരെയുള്ള സമരം പോരാ എന്ന് പോലും നസീർ അസ്ഹരിയാണ് അൻസാർ മാഷെ പോലുള്ള ആളുകളോട് പറയുകയും സമസ്തയിലേക്ക് അൻസാർ മാഷ് കടന്നു പോകുന്ന ആ മുതലക്കുളം മൈതാനിയിലെ ആ സമ്മേളനം, അതിനു മുന്നോടിയായിട്ട് നൗഷാദ് അഹ്സനി അൻസാർ മാഷുമായി കൂടിയാലോചന നടക്കുന്ന സമയത്തൊക്കെ ഇടനിലക്കാരനായിട്ട് ഫോണിലൂടെയും അല്ലാതെയും ഒക്കെ ബന്ധപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അബ്ദുൽ നസീർ അസ്ഹരി. ഏതായാലും അദ്ദേഹം ദുനിയാവിലുള്ള നേട്ടം ഇതായിരിക്കാം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ ചില നിലപാടുകളിൽ മാറ്റം വരുത്തിയെങ്കിലും അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഈ വസ്തുതകൾ അദ്ദേഹം മുമ്പ് തന്നെ പറഞ്ഞ, എന്നോട് പുറമെ പറഞ്ഞ പല കക്ഷികളും ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അൽഹംദുലില്ലാഹ്. ഏതായാലും അത് പയ്യോളിയുള്ള ഒരു മുസ്ലിയാർ തന്നെയാണ് പയ്യോളിക്കാരായ ആളുകളെ ഈ വിഷയം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് എന്ന് അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ കേട്ടു. അവിടെയുള്ള സഹോദരൻ അബ്ദുൾ റസാഖ് ഹാജി എന്ന് പറയുന്ന അവിടുത്തെ സജീവ AP പ്രവർത്തകൻ ആയിരുന്ന അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. നിങ്ങൾ കേട്ടേനെ, അവരെ ഈ മുടി വ്യാജമാണെന്ന് ആദ്യം പഠിപ്പിച്ചത് ആരാന്ന് പറഞ്ഞത് ഒക്കെ കേട്ടല്ലേ? ക്ലാസ്സിലുള്ള എല്ലാരും കേട്ടല്ലേ? കാരണം അഷ്റഫ് മുസ്ലിയാരി എന്ന് കേട്ടപ്പോ ആരും ബേജാറാണ്ട. അഷ്റഫ് മുസ്ലിയാരി എന്ന് അവരെ നാട്ടിൽ നിന്ന് വിളിക്കുന്ന പേരാണ്. അത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവർക്കും അറിയാലോ വിഷയം ആരെ പറ്റിയാ പറഞ്ഞതെന്നല്ലേ? അതെ, ഞാൻ അദ്ദേഹത്തെ വീണ്ടും പറഞ്ഞിട്ട് ഇനിയിപ്പം വലിപ്പം കൂട്ടുന്നില്ല. ഏതായാലും അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്, അവിടെയുള്ള നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട് ഏതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കേവലം സാധാരണക്കാരായ റസാഖ് ഹാജിയും അൻസാർ മാഷ പോലുള്ള ഒരു കോളേജ് അധ്യാപകനൊക്കെ നടത്തിയ പരിപാടി 1200ഓളം ആളുകൾക്ക് പങ്കെടുക്കാൻ ഇരിക്കാൻ പറ്റുന്ന ഒരു സദസ്. ആ സദസ്സിൽ 85% അന്ന് കോരിച്ചെരിയുന്ന മഴയുണ്ടായിട്ട് പോലും പങ്കെടുക്കാൻ വന്നത് ഹമീദ് ഫൈലിയോ ചെറുശ്ശേരി ഉസ്താദോ അല്ലെങ്കിൽ വഹാബുദ്ദീൻ നദവി കൂരിയാട് ഉസ്താദോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹസൻ സക്കാഫി പൂക്കോട്ടൂരോ അല്ലെങ്കിൽ ഈ പറയുന്ന MT താരിമിയോ മുസ്തഫ അഷ്റഫി കക്കുപ്പടിയോ ഇങ്ങനെ തുടങ്ങുന്ന പ്രമുഖന്മാർ ആരുമില്ലാഞ്ഞിട്ട് കേവലം സാധാരണക്കാരായ പ്രവർത്തകന്മാരെ വെച്ച് നടത്തിയ ഒരു പരിപാടി, 1200ഓളം ആളുകൾക്ക് ഇരിക്കാനിരിക്കുന്ന പരിപാടി, കോരിച്ചെരിയുന്ന മഴ ഉണ്ടായിട്ടും 85% സീറ്റുകൾ ആ പരിപാടി വിജയിച്ചിട്ട് അവിടെയുള്ള നാട്ടുകാരിന്റെ നിങ്ങൾ ആ സദസ്സ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കാം. ആ സദസ്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. സാധാരണ മറുഭാഗം നടത്തുന്ന പരിപാടിയിൽ മുതഅല്ലിമീങ്ങളെയാണ് സദസ്സ് മുഴുവൻ കാണുന്നതെങ്കിൽ നിങ്ങൾ ആ സദസ്സ് ശ്രദ്ധിച്ച ആളുകൾക്ക് മനസ്സിലാക്കാം. സാധാരണക്കാരായ നാട്ടുകാരും അതുപോലെ തന്നെ സാധാരണക്കാരെ അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി, എവിടുന്നും ലോറിയിലും ബസ്സിലൊന്നും ഇറക്കുമതി ചെയ്യാതെ കേവല നാട്ടുകാരെ മാത്രം ഉൾക്കൊള്ളിച്ച പരിപാടി. അൽഹംദുലില്ലാഹ്, റബ്ബിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട്
ആളുകൾക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഉരുണ്ട് കളിക്കുന്ന ആളുകൾക്ക് ഇനിയും ഉരുണ്ട് കളിക്കാം. ഏതായാലും പിന്നെ ദാരിമി ഉസ്താദിന്റെ പിന്നെ മറുപടി പ്രസംഗവും ആ ക്ലിപ്പിങ്ങിലുള്ള ആ സെറ്റപ്പ് ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. സുഹൃത്ത് ARCKP റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹം ബാക്കി ഗുണ്ടാ ക്ലിപ്പിന്റെയും മറ്റുള്ള പല ക്ലിപ്പിങ്ങിന്റെ ഒക്കെ കാര്യങ്ങൾ പറയും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ഇനി പറയേണ്ടുന്നില്ല, അത് എല്ലാ സ്ഥലത്തും ആ ക്ലിപ്പ് എത്തിയിട്ടുണ്ട്. കേൾക്കേണ്ട ആളുകൾക്കൊക്കെ കേൾക്കാം. രാമന്തള്ളിയുടെ ഒരു കമന്റ് ഇന്ന് കേട്ടു. വ്യാജമുടി, വ്യാജ സംഘടന, അവർക്ക് തന്നെയാണ് വ്യാജ പാസ്പോർട്ടും ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് പറ്റിയ പണി തന്നെയാണ് ഈ വ്യാജമുടിയുടെ ഏർപ്പാടും എന്നു അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടതാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇട്ടതാണോ എന്നറിയില്ല. ഏതായാലും രസകരമായ ഒരു പോസ്റ്റ് കണ്ടു. ഏതായാലും അള്ളാഹു ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും പൂർണ്ണ സുരക്ഷിതത്വവും ആഫിയത്തും ആരോഗ്യവും ഇസ്സത്തും ഹിമ്മത്തും ബർക്കത്തും നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നിങ്ങളുടെയൊക്കെ ദുആയിൽ ഉണ്ടാകണം എന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ കേൾവിക്കാരനായി, മറ്റേ സനദില്ലാത്ത കേൾവിക്കാരനല്ല, ഞാൻ ഇവിടെ ഒരു കേൾവിക്കാരനായി ഇവിടെ ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ARCKP മൈക്കിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജിഷാൻ, നിങ്ങൾ കേൾവിക്കാരല്ല, ഇന്നത്തെ ചർച്ച മുഴുവൻ നിങ്ങൾ തന്നെ നിയന്ത്രിക്കും ഇൻഷാ അല്ലാഹ്. നമ്മളെ മുറാക്കിബ് ഉസ്താദൊക്കെ താഴത്തുണ്ട്, മുബ്രക്ക് നിങ്ങളെ പെരുത്ത് ഇഷ്ടമാണ്. അപ്പൊ നിങ്ങളാണ് മറുപടി പറയാനുള്ളത് എന്നറിയുമ്പോ കുറച്ചും കൂടി നമ്മളെ പിന്നെ വ്യാജം പുടിക്കാർക്ക് ഒരു ആവേശവും മുഷിരും പുളിയൊക്കെ വരും. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളെ മുറാക്കിബ് ഉസ്താദൊക്കെ താഴത്തുണ്ട്. എല്ലാവരും ചോദ്യകർത്താക്കളൊക്കെ പെട്ടെന്ന് മൈക്കിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ചോദ്യകർത്താക്കൾക്ക് വേണ്ടിയിട്ടാണ് വിഷയാവതരണം കാര്യങ്ങളൊക്കെ ജിഷാൻ വളരെ ചുരുക്കി സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ വാശിയും വിദ്വേഷവും വൈരാഗ്യമൊക്കെ വിട്ടുകൊണ്ട് നല്ല രീതിയിൽ ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് അറിയിക്കുന്നു. ഏതായാലും ഹക്കീം ബിൻ മുഹമ്മദ് കൈപോക്കിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. മറ്റു സുഹൃത്തുക്കളൊക്കെ മൈക്കിൽ വരിക. മാനവികത ആരും ഉണർത്തേണ്ടതില്ല എന്ന് പ്രത്യേകം അറിയിക്കുകയും ചെയ്യുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ജിഷാനുമായിനോടാണ് ചോദ്യം. അതായത് ഞാനിപ്പോ 1-2 പ്രവർത്തകരുമായിട്ട് ഇങ്ങനെ കുറെ സംവാദം നടത്തിയപ്പോഴേ മൂപ്പര് കുറച്ച് ആൾക്കാർ പറയുന്നു പൈസ കൊടുത്തിട്ടാണ് മൂപ്പര് അങ്ങോട്ട് പോയത്. അതിനെ കുറിച്ച് മൂപ്പർക്ക് എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി പറയാനുള്ളത് വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമ് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയരുത്. നിങ്ങളുടെ പിന്നെ കാത്, എല്ലാ അവയവങ്ങളും ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാകണം. ഇന്നല്ലാഹ ലാ യുഗ്നി മിനൽ ഹഖ് ശൈആ, അതും പരിശുദ്ധ ഖുർആനാണ്. ഊഹം ഒരിക്കലും സത്യത്തിന് നിരക്കുന്നതല്ല. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു ജ്തനിബൂ കസീറൻ മിനൽ ളന്ന് ഇന്ന ബഅദൽ ളന്നി ഇസ്മുൻ വലാ തജസ്സസു വലാ യഅ്തബ് ബഅദുകും ബഅദാ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ. ഇതൊക്കെ പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ വേണ്ട. ഞാൻ ഇന്നും ഒരാളോട്, എന്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഒരാൾ എന്നോട് പറഞ്ഞു, പിന്നെ ഒരു അദ്ദേഹം ചിലപ്പോൾ കേൾക്കുന്നുണ്ടാകും, ഷമീർ എന്ന് പറയുന്ന സൗദി അറേബ്യയിലുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം എന്നോട് പറഞ്ഞു, പിന്നെ ഈ അബ്ദുറൌഫ് പുളിക്കൽ, ഇവിടെ ഇന്നലെ കഴിഞ്ഞ സംവാദ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട റൌഫ് പുളിക്കലിന്റെ ജ്യേഷ്ഠൻ RSCയുടെ ഏതൊരു മേഖലയോ യൂണിറ്റോ ഏതോ സ്ഥലം പറഞ്ഞു, സൗദി അറേബ്യയിലോ മറ്റോ, അവിടെ പിന്നെ സംഘടനാ തലത്തിലുണ്ട്. അവരൊക്കെ സംഘടന കൊണ്ട് വലിയ ആളാവുകയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, RSCയുടെ ഒരു യൂണിറ്റിന്റെ അല്ലെങ്കിൽ ഒരു ശാഖയുടെ പിന്നെ സെക്രട്ടറി പ്രസിഡന്റായിട്ട് എന്താ കാര്യമുള്ളേ? അപ്പോ മൂപ്പർ എന്നോട് ചോദിച്ചു, അവർക്കൊക്കെ അതൊക്കെ വലിയ കാര്യമാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ബന്ധങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടത് എനിക്കാണ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം എന്നോട് പെട്ടെന്ന് ചോദിച്ചു,
നസീർ മുതുകുറ്റിയായിട്ടുള്ള ബന്ധമൊക്കെ പോയി അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നസീർ മുതുകുറ്റി സാധാരണക്കാരനിൽ സാധാരണക്കാരായ ഒരു പ്രവർത്തകൻ മാത്രമാണ്. അതേസമയത്ത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാര്, മാളിയേക്കൽ സുലൈമാൻ മുസ്ലിയാര്, എന്തിന് കാന്തപുരം അബൂക്കൽ മുസ്ലിയാര്, ഈ പറയുന്ന നൗഷാദ് ഹസനി അടക്കമുള്ള ആളുകൾ നൗഷാദ് ഹസനിയെ ശരിയാക്കി കൊണ്ടുവന്നിരുന്നു. ഏതായാലും നഷ്ടങ്ങൾ മാത്രമേ എനിക്ക് കയ്യിൽ നിന്ന് പറയാനുള്ളൂ. ബന്ധങ്ങളെ കാര്യം പറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നഷ്ടങ്ങൾ ഞാൻ വില കൽപ്പിക്കുന്നില്ല. അല്ലദീനാമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഒന്നാമത്തെ സ്നേഹം അത് റബ്ബായ അള്ളാഹുവിനോടുള്ള സ്നേഹമായിരിക്കണം. നിങ്ങൾ സ്നേഹിക്കുന്നത് റബ്ബിന് വേണ്ടിയായിരിക്കണം, നിങ്ങൾ വെറുക്കുന്നത് അതും റബ്ബിന് വേണ്ടിയായിരിക്കണം എന്നുള്ള ആ ഒരു തിയറി ഉൾക്കൊണ്ടുകൊണ്ടാണ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇതുവരെ എത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൽ ഒരു പൈസയുടെ മിച്ചം ഞാൻ SKSSF എന്ന് പറയുന്ന സംഘടനയിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ നിന്നോ ഈ വിഷയത്തിൽ ഞാൻ നേടി എന്ന് വല്ലവരും ആധികാരികമായി തെളിയിച്ചാൽ ഇൻഷാ അല്ലാഹ് കേരളത്തിലെ ഒരു നടൻ പറഞ്ഞിരുന്നു, മോഡിയുടെ സ്ലേവായിട്ട് ഞാൻ ജീവിക്കും. എന്നാ ഞാൻ പറയുന്നു, ഞാൻ കാന്തപുരത്തിന്റെ അല്ല, നിങ്ങളുടെ മുഴുവൻ നേതാക്കന്മാരുടെയും സ്ലേവായിട്ട്, അടിമയായിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് ശിഷ്ടജീവിതം കഴിച്ചുകൂട്ടും. എന്നാൽ ഒരാളെ സാലറി എങ്കിലും നിങ്ങളെ സ്ഥാപനത്തിൽ കൊടുക്കാതെ നടക്കുമല്ലോ. 24 മണിക്കൂറും നയിപ്പുള്ള പണിയായിട്ട് അധ്വാനിച്ച് നിങ്ങളെ കൂടെ ഉണ്ടാവും. അത് ആധികാരികമായിട്ട് തെളിയിക്കാനുള്ള ആണുങ്ങൾ വേണം. അല്ലാതെ വെറുതെ കുശുകുശു സംസാരം കൊണ്ട് കാര്യമില്ല. ഏതായാലും അത് ആണായി പറന്ന ഒരുത്തനും അത് സാധിക്കുകയില്ല എന്നാണ് പറയാനുള്ളത്. നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ എനിക്ക് ബന്ധങ്ങളുമായി ബന്ധപ്പെടുത്തി വ്യക്തിബന്ധങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള പല ബന്ധങ്ങളും വെച്ചിട്ട് ഞാൻ പിന്നെ വളരെ ഒരു സന്തോഷവും കൗതുകവും തോന്നി. 8 മാസം കഴിഞ്ഞിട്ട്, ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു നാട്ടിൽ നിന്ന് ഇവിടെ വന്നൊരു സഖാഫി, ഖത്തറിൽ വന്ന സഖാഫി, അദ്ദേഹം പഴയ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്നെ ഒന്ന് വിളിച്ചു. എനിക്ക് ഭയങ്കര അത്ഭുതമായി. അദ്ദേഹം ഒരു സ്ഥാപനത്തിന്റെ പിരിവുമായിട്ട് വന്നതാണ്. ഏതായാലും അദ്ദേഹത്തെ ഞാൻ വ്യക്തിപരമായി കണ്ടിട്ടുണ്ട് എന്നുള്ള മറ്റൊരു വസ്തുത. ഏതായാലും ഇവരാ ആളുകളൊന്നും വിളിക്കാറുമില്ല, കാണാറുമില്ല, പിടിക്കാറുമില്ല, ഒന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കുറ്റബോധവുമില്ല. കാരണം ഇത് ഞാൻ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു കാര്യത്തിന്, നേട്ടത്തിനോ അല്ലെങ്കിൽ സ്വാർത്ഥമായ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിനോ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഷാർ മുബാറക്ക് അത് അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ നേടുക? ഞാൻ നരകത്തിലേക്ക് ഒരു സീറ്റ് വാങ്ങിക്കാണോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നേരത്തെ അൻസാർ മാഷ് പറഞ്ഞ വളരെ പ്രസക്തമായ വിഷയം അബ്ദുൽ നസീർ അസീരി പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞല്ലേ. എന്താ പറഞ്ഞത്? ജിഷാൻ ഒരു കളവ് പറഞ്ഞു എന്ന് സംഭവിച്ചാൽ അതൊന്നും സംഭവിക്കൂല. കാന്തപുര ഉസ്താദ് കളവ് പറഞ്ഞു എന്ന് സമൂഹത്തെ ഒരിക്കലും വിശ്വസിപ്പിക്കാൻ അത് പാടില്ല എന്നുള്ള ഒരൊറ്റ കാരണത്താൽ എന്നെ ഈ പറയുന്ന വിധത്തിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റും നൽകി അവര് ആദരിച്ചു എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ജസാക്കുമുല്ലാഹു ഖൈറൻ. അടുത്ത ചോദ്യകർത്താക്കള് ഞാൻ സാന്ദര്യമായിട്ട് പറയട്ടെ, ചോദ്യം വന്നുകൊണ്ട് പറയട്ടെ. നമ്മളെ ഇന്നലത്തെ ഗുണ്ടാ തലവൻ അംസാക്ക, നമ്മുടെ വഹാബ് സക്കാഫിന്റെ ഗുണ്ട മർക്കസ് പഠിച്ച സാധനം എന്നാന്നിട്ട് മറ്റേ മുഹമ്മദ് രാമന്തരി പറഞ്ഞു, ഇതും മർക്കസ് പഠിച്ചാന്ന്. പഠിച്ചിട്ട് മർക്കസ് പഠിച്ചിട്ട് പുറത്തിറങ്ങുന്നൊക്കെ എന്തെങ്കിലും പൊട്ടിത്തെറിച്ചായി പോന്ന്. അതിലുണ്ടായ മറ്റൊരു ചങ്ങായി ഏതൊരു കൊലപാതക ശ്രമത്തിലാമട്ട് 1 മാസം ജയിലിൽ കിടന്നുവാണ്. സുബ്ഹാനല്ലാഹ്. 10 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞ പോലെ എല്ലാം ഇങ്ങനത്താണല്ലോ. അപ്പൊ നമ്മുടെ ഉസ്താദന്മാരെ ആക്രമിക്കാനാണോ അവർ വന്നത്? RCKP അവരുടെ നമ്പർ എനിക്കിതാ, RCKP അവർ ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞ് പലരും ഭയങ്കര ആവേശത്തിൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ ആർക്കും പ്രതികരിച്ചിട്ടില്ല. എനിക്ക് അവരോട് പറയാനുള്ളത്, ഒറ്റ വാക്ക് പറയാനുള്ളത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ശൈലിയല്ല അക്രമം. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ശൈലിയല്ല. അതേസമയത്ത് അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരെ ഇസ്ലാമിന്റെ ശത്രുക്കളെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അതിനെതിരെ പ്രതികരിക്കുകയോ മറ്റോ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ നിങ്ങൾ പ്രതികരിച്ചിട്ട് അവസാനം കേസും കുലുമാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായ നഷ്ടമൊക്കെ സംഭവിച്ചാൽ സമസ്ത അതിന്റെ പിന്നിൽ ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും
നിങ്ങൾക്കറിയാലോ, എ പി വിഭാഗത്തിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ സൈക്കിൾ വന്ന് വീണിട്ട് കാലിന്റെ മുട്ടിന് പരിക്ക് വന്നാൽ ചിലപ്പോൾ എ പി തന്നെ വന്നിട്ട് നോക്കും, ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് സന്ദർശിക്കുകയും ചെയ്യും, വേണ്ട എല്ലാ പൈസയും കാര്യങ്ങളും തരും. കാരണം അവർക്ക് അങ്ങനെ കിട്ടുന്ന ആളാണ്, അവർ അങ്ങനെയാണ്. വേണമെങ്കിൽ അതിന്റെ അടിയിൽ എഴുതിയും ചെയ്യും SKSF ഉന്തിയിട്ടതാണെന്ന് പറയും ചെയ്യും. സൈക്കിളിലേക്ക് പോകുമ്പോൾ SKSF തള്ളിയിട്ടതാണെന്ന് പറയും ചെയ്യും. എന്നിട്ട് അതൊരു വലിയ വാർത്തയൊക്കെ ആക്കിയിട്ട് ഉസ്താദ് സന്ദർശിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യും. സമസ്ത കേരളയെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ സംഘടന, നമ്മുടെ ഓരോരുത്തരുമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പം നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടി വരും. അതിന്റെ എല്ലാ കാര്യങ്ങളും അവർ തന്നെ കാണേണ്ടിയും വരും എന്ന് സന്ദർഭമായിട്ട് അറിയിക്കും. ഫൈസൽ മച്ചിങ്കൽ ഇറ്റായില്ലേ? ഫൈസൽ മച്ചിങ്കൽ പറയുന്നത് നിങ്ങൾ എന്റെ പേര് പറയണ്ടായിരുന്നു. തുടക്കല്ലേ ഫൈസലെ, നിങ്ങൾ എന്തിനാ ബേജാറാന്ന്? അടിച്ചങ്ങോട്ട് പൊളിക്കിങ്ങള്. നിങ്ങളൊന്നും പേടിക്കണ്ട ഇൻഷാ അല്ലാ. അതൊക്കെ ഒരു വലിയ ഭാഗ്യാണ് ഫൈസൽ മച്ചിങ്കലെ. അതൊക്കെ ഒരു വലിയ വലിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടെങ്കിലും ഒന്ന് പ്രവർത്തിക്കാൻ കഴിയാന്നുള്ളത് വലിയ ഭാഗ്യാണ്. അത് പിന്നെ പൈസ കൊടുത്താലൊന്നും വാങ്ങാൻ കിട്ടുന്ന സാധനമല്ല. അപ്പോ അൽഹംദുലില്ലാ ഇനിയും ഇതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക എന്ന് അദ്ദേഹത്തെ അറിയിക്കുന്നു. മറ്റു ചോദ്യകർത്താക്കൾ അബൂ റഫിയൊക്കെ ഉണ്ടല്ലോ, ജീഷാനെ കണ്ടതുകൊണ്ടാന്ന് തോന്നുന്നു, ഒന്നും മൈക്കിലേക്ക് വരുന്നില്ല അല്ലേ? അല്ലെങ്കിൽ അബൂ റഫിയൊക്കെ മൈക്കിലേക്ക് ഇങ്ങനെ ചാടി വരുന്ന ആളാണ്. ഇന്ന് പിന്നെ ജിഷാമ്മ അതിനെ കണ്ടതുകൊണ്ടോ എന്തേന്നറിയില്ല. ജിഷാൻ എനിക്കൊരു PM വിടണം കേട്ടാ. നിങ്ങളെ PM DND ആണ് മൈക്കിൽ വിഷയം. ഞാൻ അതിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു വിഷയം കൂടി സൂചിപ്പിക്കുന്നു. ഏതായാലും നമ്മുടെ പിന്നെ പത്തപ്പരിയ മജീദുമായി സംസാരിച്ച ഒരു ക്ലിപ്പ് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കേട്ടിരുന്നു. ബഹുമാന്യനായ കുഞ്ഞാലൻകുട്ടി ഫൈസിയെ സംബന്ധിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അപ്പോ വാട്സപ്പിൽ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടോ, അതിന്റെ മുമ്പ് തന്നെ കഴിച്ചാലും മതി, ദൂരെ ഇടം പോണ്ട, നിങ്ങൾ വേണ്ട വിഷയം ചിലപ്പോൾ വേണ്ടി വരും. എയർ സെക്യൂരിറ്റിയാണ് പറഞ്ഞത്. ഏതായാലും പിന്നെ അദ്ദേഹം എന്നോട് ചോദിച്ചു, നല്ല രസമാണ്, എന്നെ കുറിച്ച് ഒരു പെണ്ണ് കേസ് പറഞ്ഞു എന്ന് കേട്ടു, ആ ക്ലിപ്പ് ഒന്ന് അയച്ചു. കുഞ്ഞാലൻകുട്ടി ഫൈസി വാട്സപ്പ് ചോദിച്ചാണ് അദ്ദേഹത്തെ പറ്റി പെണ്ണ് കേസ് പറഞ്ഞു, ആ ക്ലിപ്പ് ഒന്ന് അയച്ചത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു, അതാരും കാര്യാക്കിയിട്ടില്ല ഉസ്താദെ, അതിന് ആ സുഹൃത്തിനുള്ള മറുപടി ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ സംസാരത്തിൽ ഞാനിക്ക് അങ്ങനെയുള്ള ധാരണ ഒന്നുമില്ല, കുഞ്ഞാലൻകുട്ടി ഫൈസിയൊക്കെ നല്ല ആളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഫോണ് അവസാനിപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇന്ന് വിശദമായി ഒരു മറുപടി കൂടി എനിക്ക് ഏതല്ല ചേച്ചാന് നിങ്ങൾ ഏത് വിഷയമാണ് സംസാരിക്കുന്നറിയില്ല, അറിയായിട്ട് ചോദിക്കാണ്. നിങ്ങൾ കുറെ നാൾ ഉണ്ടായില്ല സംഘടനയില്, എന്താന്ന് ഈ സുഹൃത്തെ ഗുണ്ടാ സംഘങ്ങള്? എന്താ ഇന്നലത്തെ ക്ലിപ്പൊക്കെ കേട്ടിട്ടേ? എന്താണിത്? തന്നെ ഗുണ്ടായിസല്ലേ? ടൈഗർ സുന്നി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെയുണ്ടോ? മൈക്രോലൈസ് ചെയ്യുന്നു. ഏതല്ല ചേച്ചാന് നിങ്ങൾ ഏത് വിഷയമാണ് സംസാരിക്കുന്നറിയില്ല, അറിയായിട്ട് ചോദിക്കാണ്. നിങ്ങൾ കുറെ നാൾ ഉണ്ടായില്ല സംഘടനയില്, എന്താന്ന് ഈ സുഹൃത്തെ ഗുണ്ടാ സംഘങ്ങള്? എന്താ ഇന്നലത്തെ ക്ലിപ്പൊക്കെ കേട്ടിട്ടേ? എന്താണിത്? തന്നെ ഗുണ്ടായിസല്ലേ? ടൈഗർ സുന്നി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെയുണ്ടോ? മൈക്രോലൈസ് ചെയ്യുന്നു. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏതായാലും സഹോദരന്മാരെ, ഞാനിപ്പോ പിന്നെ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് അടിച്ചു വിട്ടതിന് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു പിന്നെ എന്താ പറയുന്നത്, അമീർ സാഹിബ് ഈ പരിപാടിക്ക് ശേഷം, ഇപ്പോ പ്ലേ ചെയ്ത പരിപാടിക്ക് ശേഷം സൗണ്ട് തീരെ ഇല്ലേ? ഇത് മാക്സിമം സൗണ്ടാണ്. ഏതായാലും പരമാവധി സൗണ്ട് ഞാൻ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോഴും സൗണ്ട് കുറവ് തന്നെയാ, തീരെ കേൾക്കുന്നില്ലേ? ഏതായാലും ഞാൻ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല.
ഏതായാലും ഈ വിഷയത്തിന്റെ സ്പെഷ്യലിസ്റ്റ് സുഹൃത്ത് ARCKP ഉണ്ട്. അതുപോലെ തന്നെ സുന്നിസം ഒക്കെ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. തീരെ സൗണ്ട് ഇല്ലേ? തീരെ ശബ്ദം കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പം സത്യം പറഞ്ഞാല് ഞാന് വളരെ മനോഹരമായ ഒരു പരിപാടി, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പ്രമുഖരായ ആരുമില്ലാതെ വളരെ മനോഹരമായിട്ട് തന്നെ ഈ പരിപാടി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഒരു ദാരിമി, അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള അൻസാർ മാസ്റ്റർ അടക്കമുള്ള റസാഖ് ഹാജിയെ പോലുള്ള, നിങ്ങൾ മനസ്സിലാക്കണം, ഈ റസാഖ് ഹാജിയെ പുറത്താക്കിയ റസാഖ് ഹാജി ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഈ മുടിയെ ശക്തമായി എതിർത്തതിന് ശേഷം പിറ്റേ ദിവസം സിറാജ് പത്രത്തിൽ അദ്ദേഹത്തെ പുറത്താക്കിയതായിട്ട്, ഇപ്പോഴും ശബ്ദം കുറവ് തന്നെ പറയുന്നത്, ഞാൻ ഹെഡ്സെറ്റ് ഒന്ന് മാറ്റിക്കുത്തി നോക്കാം. ഏതായാലും ഹെഡ്സെറ്റ് ഒന്ന് മാറ്റിക്കുത്തി ഒന്ന് നോക്കാം. ഇപ്പവും കേൾക്കുന്നില്ലെങ്കിൽ വേറെ ഇപ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയും തോന്നില്ല. ഞാനൊന്ന് ഹെഡ്സെറ്റ് ഒന്ന് മാറ്റിക്കുത്തി നോക്കാം. ഇപ്പൊ കേൾക്കാവോ? അത് USB ഹെഡ്സെറ്റ് ആകുമ്പോൾ കുറച്ച് ക്ലിയർ കൂടുന്നുണ്ട്. മറ്റേ സാധാരണ റൗണ്ട് ആയിരുന്നു. ഏതായാലും ഇരിക്കട്ടെ. ഈ റസാഖ് ഹാജിയെ അദ്ദേഹം അതിശക്തമായി ഈ മുടിയെ കശക്കി എറിഞ്ഞ് സംസാരിച്ചതിന് ശേഷം പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസമോ സിറാജ് പത്രത്തിൽ ഒരു റിപ്പോർട്ട് കണ്ടു, ഈ റസാഖ് ഹാജിയെ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് പുറത്താക്കിയത്. നിങ്ങളൊക്കെ വായിച്ചതായിരിക്കില്ല, പലരും അത് ഒരുപക്ഷെ കണ്ടിരിക്കും. ഈ റസാഖ് ഹാജിയെ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്, എന്താ സംഘടനാ വിരുദ്ധ പ്രവർത്തനം? ഈ വ്യാജകേശങ്ങൾ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം അല്ല എന്ന സത്യം കണ്ടെത്തി അത് സമൂഹമധ്യേ തുറന്ന് പറഞ്ഞപ്പോ, ഞാൻ ഒരു മുസ്ലിയാരുടെ ഫേസ്ബുക്കിലുള്ള കമന്റ് കണ്ടു, ഇതുപോലുള്ള കീടങ്ങൾ ഇനിയും പുറത്തു പോകും, കീടങ്ങളൊക്കെ പോയി സംഘടന ശുദ്ധിയാകുന്നു എന്നോ മറ്റോ ഒരു മൊയ്ലിയാര് ഒരു ഫേസ്ബുക്കിലുള്ള കമന്റ് ഞാൻ വായിക്കാനിടയായിരുന്നു. അപ്പൊ ഒരാള് വ്യക്തമായി ഇത് വ്യാജമാണെന്ന് തുറന്നടിച്ചു സമൂഹ മധ്യേ പറഞ്ഞ് ഒലിപ്പിച്ച് മണപ്പിച്ച് ഒരു കോലത്തിൽ ഈ വിഭാഗത്തെ കുളിപ്പിച്ച് കിടത്തിയതിനു ശേഷം ഇവര് പറയാ പത്രത്തില്, ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു. ഭയങ്കര പുറത്താക്കല്ലേ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പുറത്താക്കി എന്ന് കൊടുക്കാൻ അവർക്ക് അതിനും ഒരു ചാൻസ് കിട്ടിയില്ല. കാരണം പണ്ടേ ഞാൻ അകത്ത് അല്ലാത്തത് കൊണ്ട്. ഏതായാലും വളരെ മനോഹരമായിട്ട് തന്നെ തനതായ നാടൻ ശൈലിയിൽ പറയാനുള്ള വിഷയങ്ങൾ, ഞാൻ ബഹുമാന്യനായ സുഹൃത്ത് അൻസാർ മാഷെ പറ്റി ഓർത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന്, ഒരു സാധാരണക്കാരനാണെങ്കിലും അദ്ദേഹത്തിന്റെ പരിമിതികളും അദ്ദേഹത്തിനുള്ള ആ ന്യൂനതകളും ഒക്കെ അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം വിഷയങ്ങൾ നന്നായി പഠിക്കാൻ ശ്രമിക്കുകയും കിതാബുകൾ അദ്ദേഹം ഉള്ളിടത്തു നിന്ന് സംഘടിപ്പിക്കുകയും അല്ലാതെ മറ്റുള്ളവ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും കിതാബിൽ നിന്ന് വളരെ അദ്ദേഹത്തിന്റെ ആ ഹാർഡ് വർക്കിംഗ് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇന്ന് പല ആളുകളും ഒരു സമ്മേളനമുണ്ടെങ്കിൽ അവിടെയുള്ള മുത്തഅല്ലിമീങ്ങളെ കൊണ്ട് കിതാബിന്റെ 3-4 ഭാഗങ്ങൾ നോക്കിയിട്ട് കടലാസിൽ നോട്ട് ബുക്ക് കുറിക്കുന്നത് പോലെ കുറിച്ചെടുത്ത് ആ പ്രസംഗവേദിയിൽ കയറിയിട്ട് വളരെ മനോഹരമായ ശൈലിയിൽ ഈണത്തിലും താളത്തിലും വിഷയത്തിന്റെ മുമ്പും പിമ്പും നോക്കാതെ, വിഷയത്തിന്റെ മർമ്മം നോക്കാതെ തട്ടിവിടുന്ന ഒരു കാലമാണുള്ളത്. ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ ശവ്വാൽ മാസപ്പിറവി കണ്ടതായി എന്ന് പറഞ്ഞപ്പോ പണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു സുഹൃത്ത് അദ്ദേഹം റേഡിയോ ഓഫ് ചെയ്ത്
തക്ബീർ ചൊല്ലിക്കൊണ്ട് പള്ളിയിലേക്ക് പോയൊരു സംഭവം ഞാൻ പലവട്ടം മുമ്പ് ക്ലാസ് റൂമിൽ സൂചിപ്പിച്ചിരുന്നു. ശവ്വാൽ മാസപ്പിറവി കണ്ടതായി എന്ന് പറഞ്ഞ ഉടനെ അദ്ദേഹം എന്ത് ചെയ്തതാണ്? റേഡിയോ ഓഫ് ചെയ്തതാണ്. ശവ്വാൽ മാസപ്പിറവി കണ്ടതായി ഇതുവരെ വിശ്വാസയോഗ്യമായ റിപ്പോർട്ടുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് റേഡിയോയിലുള്ള ന്യൂസ്. അപ്പൊ അത് പകുതി കേട്ടതുപോലെ ഈ കിതാബിന്റെ ഇബാറത്തുകളും അതുപോലെ തന്നെ മറ്റുള്ള പല വിഷയങ്ങളും പകുതിയും അരഭാഗവും ഒക്കെ കേട്ട് മറ്റു പല ആളുകളും കുറിച്ചെടുക്കുന്ന ഭാഗങ്ങൾ കുറിച്ചെടുത്തുകൊണ്ട് ഭയങ്കര പ്രസംഗം തന്നെ. ഏതായാലും നേരത്തെ ദാരിമി ഉസ്താദ് ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്ത. ഇത് ഈ ഇഖ്ബാൽ മുഹമ്മദ് ജാലിയവാല വിശ്വസ്തനാണെന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഇഖ്ബാൽ മുഹമ്മദ് ജാലിയവാലയെ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ്. അത് വളരെ പ്രസക്തമായ ഭാഗമാണ്. ഏതായാലും നിഷ്പക്ഷ മനസ്സുമായി കുടുസായ സങ്കുചിത മനോഭാവമില്ലാതെ ഒരു തുറന്ന മനസ്സുമായി ഇന്നത്തെ പരിപാടി ഒരു 2 വട്ടം കേൾക്കേണ്ട, 1 വട്ടമെങ്കിലും മനസ്സിരുത്തി ഒരാള് കേട്ടിരുന്നുവെങ്കിൽ എന്താകും? അവർക്ക് കുരുത്തക്കേടിന്റെ പൂർണ്ണരൂപം 1989 ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ പോലുള്ള മഹാരഥന്മാരായ ആലിമുകളെ തള്ളിയിട്ട് അവരെ വലിച്ചു ചാടിയിട്ട് ഇറങ്ങി വന്നവരാണ് കുരുത്തക്കേടിന്റെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുക. അപ്പൊ ഒരു വിശദീകരണത്തിന്റെ, ഒരു ഷറഹിന്റെ ആവശ്യം ഇന്നത്തെ ഈ പരിപാടിയെ പറ്റി പറയേണ്ടത് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വളരെ വ്യക്തമായിട്ട് കാരണം വളരെ സത്യം പറഞ്ഞാൽ വളരെ സ്പഷ്ടവും വളരെ പ്രസക്തവുമായ ചോദ്യങ്ങളാണ് അവിടെയുള്ള ആളുകള് ചോദിക്കുകയും അതിന് നൽകിയ മറുപടി സനദിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ബറക്കത്തെടുക്കുന്ന വിഷയത്തെ സംബന്ധിച്ചും ബറക്കത്തെടുക്കുന്ന വിഷയവും നിസ്ബ ചെയ്യുന്ന വിഷയവും തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ മുസ്ലിം ലോകം ഒന്നടങ്കം അത് കൈകാര്യം ചെയ്തു വരുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് എങ്ങനെ കാണണം, അതുപോലെ തന്നെ എങ്ങനെയാണ് മഹാന്മാർ ഈ വിഷയത്തിൽ കണ്ടിട്ടുള്ളത് എന്ന് തുടങ്ങി വളരെ മനോഹരമായ, സത്യം പറഞ്ഞ വളരെ മനോഹരമായ ശൈലിയിൽ തന്നെ അത് അവതരിപ്പിച്ച പയ്യോളി ഉള്ള ആ അൻസാർ മാഷ് എന്ന എന്റെ സുഹൃത്തിനും അതുപോലെ തന്നെ അവിടെയുള്ള ഉസ്താദ് ദാരിമി ഉസ്താദ് അവർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദിയും ആശംസയും ഒക്കെ അർപ്പിക്കുന്നു. ഏതായാലും ഇവിടെ ഞാനായിട്ട് കൂടുതൽ പറയേണ്ട വിഷയമില്ല. ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് സുഹൃത്ത് ARCKP താഴെ ജാഗരൂകനായിട്ട് നിൽക്കുന്നുണ്ട്. ഏതായാലും ഗുണ്ട ക്ലിപ്പൊക്കെ ഞാൻ കേട്ടു. ഏതായാലും ക്ലിപ്പ് KCR-ൽ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗുണ്ട ക്ലിപ്പ് കേട്ടിരുന്നു. അമീർ സാഹിബ് ഏതായാലും ആ ക്ലിപ്പ് പ്ലേ ചെയ്യുന്നതിന് മുമ്പ് വല്ലതും ഒരു ഇക്കാമ കൂടി ഒന്ന് പുതുക്കി കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്താൻ വേണ്ടി എന്നെ കൊണ്ടൊന്ന് വിളിപ്പിച്ചിരുന്നു. പക്ഷേ ഒന്നുകിൽ എന്റെ ഭാഗ്യത്തിന് അല്ലെങ്കിൽ ഹംസാഖാന്റെ ഭാഗ്യത്തിന് അയാൾ ഫോൺ എടുത്തില്ല. എന്റെ ഭാഗ്യത്തിന് എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ഫോൺ എടുത്ത് ക്ലിപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം വേറെ ഒരു ടീം കൂടി ഇതൊന്നും പുതുമയുള്ള കാര്യമല്ല. കാരണം ഞാനൊന്ന് സൂചനക്ക് വേണ്ടി പറയാണ്, ഈ മുടി വിവാദം വളരെ വ്യക്തമായി വിഷയങ്ങൾ പുറത്തു വന്നതിന് ശേഷം കണ്ണൂർ ജില്ലയിലുള്ള SYSന്റെ ഒരു ബിരുദധാരിയായ ഒരു ഉന്നതനായ നേതാവ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, എനിക്ക് തൊട്ടാൽ എന്താ പറയണ്ടേ, ഉളു മുറിയാത്ത തരത്തിലുള്ള ബന്ധമുള്ള ഒരാളോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അവൻ കല്യാണം കഴിച്ചിരിക്കുന്ന ചില ബന്ധങ്ങൾ മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ കണ്ണുപൂട്ടിയതാണ്, അല്ലെങ്കിൽ അവനെ ചെയ്യേണ്ട കാര്യം ഞങ്ങളുടെ പ്രവർത്തകന്മാർക്കും ബന്ധപ്പെട്ടവർക്കും എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി ഞങ്ങൾക്കറിയാം എന്ന് അന്ന് തന്നെ ഞാൻ ആ വിഷയത്തെപ്പറ്റി കിട്ടിയിരുന്നു. പിന്നെ രണ്ടാമത് ജാലിയവാലയെ സംബന്ധിച്ച്, ജാലിയവാല എനിക്കെതിരെ കേസ് കൊടുത്തു എന്നുള്ള ഒരു സംസാരം ഞാനിങ്ങനെ നെറ്റിലൂടെ കേട്ടപ്പോ തലശ്ശേരിയിലുള്ള ഒരു പ്രമുഖനായ വക്കീലിന്റെ അടുക്കൽ ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച്, കാരണം പണ്ട് പേരോടത്ത് റഹ്മാൻ സക്കാഫിന്റെ ഉസ്താദ് പഠിപ്പിച്ചു തന്നിരുന്നു, ഓരോ വിഷയത്തെ സംബന്ധിച്ചും അറിവുള്ള ആളുകളോട്
ചോദിച്ചു പഠിക്കണം. അപ്പൊ ഫസ്അലു അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അപ്പൊ നിയമപരമായ അറിവ് ഒരു വക്കീലിന്റെ അടുത്ത് നിന്ന് തേടേണ്ടത് കൊണ്ട് തന്നെ ആ ഒരു വിഷയ സംബന്ധമായി ജാലിയൻവാല ഇനിയിപ്പം ബോംബെ പോലീസിന് കേസ് കൊടുത്തിട്ട് ബോംബെന്ന് പോലീസുകാർ വരുമോ എന്നുള്ള ഒരു വിഷയം വന്നപ്പോ തലശ്ശേരിയുള്ള ഒരു പ്രമുഖനായ വക്കീലിന്റെ അടുക്കലേക്ക് ഞാൻ വിഷയത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോദിച്ചു, 2011 നിങ്ങൾ അവിടെ പോയിട്ട് 2.5 കൊല്ലം കഴിഞ്ഞിട്ടും അയാളെ കയ്യിലുള്ള മുടി പോയത് ഈ 2013 അയാൾ അറിയുന്നത്? അതുകൊണ്ട് അതൊന്നും നിങ്ങൾ പേടിക്കണ്ട, അതൊന്നും നിലനിൽക്കില്ല. ആ അമുസ്ലിമായ, ആ ഇസ്ലാം മതവിശ്വാസിയല്ലാത്ത അമുസ്ലിം സുഹൃത്തായ വക്കീൽ അന്ന് എന്നോട് പറഞ്ഞു, പക്ഷേ നിങ്ങൾ ജാലിയൻവാല എന്ന് പറയുന്ന വ്യക്തി കേസ് കൊടുക്കുമോ എന്നൊന്നും നിങ്ങൾ ഭയക്കണ്ട. പക്ഷെ നിങ്ങൾ ഭയക്കേണ്ട ഒരു കാര്യം, ചേകനൂർ മൗലവിക്ക് സംഭവിച്ച ഒരു കാര്യം അത് സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അന്ന് അമുസ്ലിം സുഹൃത്തായ വക്കീൽ പറഞ്ഞു തന്നിരുന്നു. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ എന്ന് ഖുർആനിന്റെ അധ്യാപനം, അത് വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. അതുകൊണ്ട് തന്നെ അതൊന്നും ഒരു ഹംസഹക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹംസ അല്ലാത്ത ആളെയോ കണ്ടിട്ട് ഇറങ്ങി തിരിച്ച ആളുകളല്ല. ഏതായാലും രാമന്തള്ളി തടിസലാമത്തായി എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഏതായാലും ഇത്തരം കാര്യങ്ങള് ഒരു വായയിലൂടെ അല്ലെങ്കിൽ മറുവായയിലൂടെ പുറത്തു വരും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം അതൊക്കെ ഒരു വെറും തോന്നലാ. ആ കാലങ്ങളൊക്കെ പോയി. കാരണം ഒരാള് പറയാണ്, നൗഷാദ് ഹസനി പണ്ട് പറഞ്ഞൊരു ക്ലിപ്പ് ഞാൻ ഒരു മുസ്ലിയാരോട് പറഞ്ഞ ക്ലിപ്പ് ഞാൻ കേട്ടു. ജിഷാൻ അവനോട് സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കണം, അവനൊക്കെ ക്ലിപ്പാക്കും. ആ നൗഷാദ് ഹസനി ഈ പറഞ്ഞ കാര്യം ആ മുസ്ലിയാർ ക്ലിപ്പാക്കിയിട്ട് അയാൾ എനിക്ക് അയച്ചു തന്നു. അപ്പോ ക്ലിപ്പിങ്ങിന്റെ കാര്യം ഇതൊക്കെ എല്ലാവരുടെ കയ്യിലുള്ള കാര്യമാണ്. അപ്പോ ആളുകൾക്ക് അതൊരു ധാരണ മാത്രമാണ്. ഇത് ഈ ക്ലിപ്പാക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ തന്നെ ക്ലിപ്പാക്കുന്നുണ്ട്, അവര് തന്നെ ക്ലിപ്പാക്കുന്നുണ്ട്. അപ്പോ വലിയോൻ ചെയ്താൽ പിന്നെ തെറ്റാവില്ല, ചെറിയോൻ ചെയ്താൽ പിന്നെ തെറ്റാകും. ആ ഒരു വ്യത്യാസം മാത്രമേ ഈ വിഷയത്തിൽ ഉള്ളൂ എന്ന് സാന്ദർഭികമായി ഉണർത്തിയാണ്. കാരണം വലിയ ആളുകൾ ചെയ്താലും കാരണം പണ്ട് പറയുന്നൊക്കെയുണ്ട്, 1000 ലോഡ് ആനക്കൊമ്പ് കടത്തിയ അവൻ ഒരിക്കലും പിടിക്കപ്പെടൂല. അതേ സമയത്ത് ഒരു അരപ്പാക്കറ്റ് കഞ്ചാവ് കീശയിലിട്ട് ഭരിക്കാൻ വേണ്ടി ഒരുത്തൻ അവന്റെ വീട്ടിലേക്കോ ഗ്രാമത്തിലേക്കോ കടക്കുന്ന വഴി ചെക്ക് പോസ്റ്റ് വഴി അവൻ അറസ്റ്റ് ചെയ്യപ്പെടും. അവൻ എന്ത് ചെയ്യപ്പെടും? വിചാരണ ചെയ്യപ്പെടും. അവൻ അതിന്റെ പിന്നാലെ കുടുങ്ങും. അപ്പോ എന്തായാലും വലിയ തെറ്റ് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും അത് പുറംഭാഗത്തേക്ക് എത്തപ്പെടാറില്ല എന്നുള്ളത് ഒരു വിധിയുടെ വിളയാട്ടമായിരിക്കാം. ഏതായാലും ഇരിക്കട്ടെ. ഏതായാലും അൽഹംദുലില്ലാ ഇപ്പോ 5-8 മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിവാദത്തെ സംബന്ധിച്ച് ഒരാള് അദ്ദേഹത്തിന്റെ നിഷ്പക്ഷ മനസ്സുമായി ഒരാളിവിടെ ഈക്കക്കാരനാവണ്ട, SKSFന്റെ അനുഭാവിയാവണ്ട, AP-കാരനാവണ്ട, ഒരാൾ വേണ്ട, സംസ്ഥാനക്കാരനാകണ്ട, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് നിഷ്പക്ഷ മനസ്സുമായി ഇവിടെ എന്തൊക്കെ നടന്നു, ഒരാൾ ക്ലിപ്പ് മാത്രം കേൾക്കണം എന്ന് ഒരിക്കലും പറയുന്നില്ല, കേൾക്കണം. എന്തൊക്കെയാണ് മറുഭാഗത്തുള്ള ആളുകൾ പറയുന്നത്, എന്തൊക്കെയാണ് മുടിയെ ന്യായീകരിക്കുന്ന ആളുകൾ പറയുന്നത്, മുടിയെ എതിർക്കുന്ന കക്ഷികൾ എന്തൊക്കെ പറയുന്നു, ഇതൊക്കെ ഒരു തുറന്ന മനസ്സോടെ ഒരാൾ ഇരുന്ന് കേട്ടാൽ ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക് ആണ് എന്ന് പറയാൻ സാധ്യമല്ല. ഏതായാലും സുഹൃത്ത് അൻസാർ മാഷ് ഒരു കാര്യം അബ്ദുൽ നസീർ അസ്ഹരി ഒരു കാര്യം മനസ്സിലാക്കിയില്ല. കാരണം അബ്ദുൽ നസീർ അസ്ഹരിയെ ഞാൻ സാക്ഷിയായിട്ട് പല സ്ഥലത്ത് കൊണ്ടുവന്നപ്പോ അൻസാർ മാഷ് ഒരിക്കലും ഞാൻ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. ഇഷാൻ പറഞ്ഞത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയതല്ല ഒരിക്കലും അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ഞാൻ സൂചിപ്പിച്ച സൂചനകൾ, ആ പോയിന്റുകൾ ബേസ് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അന്ന് തന്നെ ഞാൻ അബ്ദുൽ നസീർ അസ്ഹരി ഇതിന് സാക്ഷിയാണെന്ന് പറഞ്ഞപ്പോ അത് ഞാൻ പറഞ്ഞ് കണ്ണടച്ച് വിശ്വസിക്കാതെ നസീർ അസ്ഹരിയെ നേരിട്ട് വിളിക്കുകയും
സംസാരിക്കുകയും ഫോണിൽ തന്നെ സംസാരിക്കുകയും പലവട്ടം സംസാരിക്കുകയും അതിനുശേഷം ഇന്ന് ഈ മുടിക്കെതിരെയുള്ള സമരം പോരാ എന്ന് പോലും നസീർ അസ്ഹരിയാണ് അൻസാർ മാഷെ പോലുള്ള ആളുകളോട് പറയുകയും സമസ്തയിലേക്ക് അൻസാർ മാഷ് കടന്നു പോകുന്ന ആ മുതലക്കുളം മൈതാനിയിലെ ആ സമ്മേളനം, അതിനു മുന്നോടിയായിട്ട് നൗഷാദ് അഹ്സനി അൻസാർ മാഷുമായി കൂടിയാലോചന നടക്കുന്ന സമയത്തൊക്കെ ഇടനിലക്കാരനായിട്ട് ഫോണിലൂടെയും അല്ലാതെയും ഒക്കെ ബന്ധപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അബ്ദുൽ നസീർ അസ്ഹരി. ഏതായാലും അദ്ദേഹം ദുനിയാവിലുള്ള നേട്ടം ഇതായിരിക്കാം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ ചില നിലപാടുകളിൽ മാറ്റം വരുത്തിയെങ്കിലും അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഈ വസ്തുതകൾ അദ്ദേഹം മുമ്പ് തന്നെ പറഞ്ഞ, എന്നോട് പുറമെ പറഞ്ഞ പല കക്ഷികളും ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അൽഹംദുലില്ലാഹ്. ഏതായാലും അത് പയ്യോളിയുള്ള ഒരു മുസ്ലിയാർ തന്നെയാണ് പയ്യോളിക്കാരായ ആളുകളെ ഈ വിഷയം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് എന്ന് അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ കേട്ടു. അവിടെയുള്ള സഹോദരൻ അബ്ദുറസാഖ് ഹാജി എന്ന് പറയുന്ന അവിടുത്തെ സജീവ AP പ്രവർത്തകൻ ആയിരുന്ന അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. നിങ്ങൾ കേട്ടേനെ? അവരെ ഈ മുടി വ്യാജമാണെന്ന് ആദ്യം പഠിപ്പിച്ചത് ആരാന്ന് പറഞ്ഞത്? ഒക്കെ കേട്ടല്ലേ? ക്ലാസ്സിലുള്ള എല്ലാരും കേട്ടല്ലേ? കാരണം അഷ്റഫ് മുസ്ലിയാർ എന്ന് കേട്ടപ്പോ ആരും ബേജാറാണ്ട. അഷ്റഫ് മുസ്ലിയാർ എന്ന് അവരെ നാട്ടിൽ നിന്ന് വിളിക്കുന്ന പേരാണ്. അത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവർക്കും അറിയാലോ വിഷയം ആരെ പറ്റിയാ പറഞ്ഞതെന്നല്ലേ? അതെ, ഞാൻ അദ്ദേഹത്തെ വീണ്ടും പറഞ്ഞിട്ട് ഇനിയിപ്പം വലിപ്പം കൂട്ടുന്നില്ല. ഏതായാലും അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്, അവിടെയുള്ള നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട് ഏതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കേവലം സാധാരണക്കാരായ റസാഖ് ഹാജിയും അൻസാർ മാഷ പോലുള്ള ഒരു കോളേജ് അധ്യാപകനൊക്കെ നടത്തിയ പരിപാടി 1200ഓളം ആളുകൾക്ക് പങ്കെടുക്കാൻ ഇരിക്കാൻ പറ്റുന്ന ഒരു സദസ്. ആ സദസ്സിൽ 85% അന്ന് കോരിച്ചെരിയുന്ന മഴയുണ്ടായിട്ട് പോലും പങ്കെടുക്കാൻ വന്നത് ഹമീദ് ഫൈലിയോ ചെറുശ്ശേരി ഉസ്താദോ അല്ലെങ്കിൽ ബഹാവുദ്ദീൻ നദവി കൂരിയാട് ഉസ്താദോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹസൻ സക്കാഫി പൂക്കോട്ടൂരോ അല്ലെങ്കിൽ ഈ പറയുന്ന MT ദാരിമിയോ മുസ്തഫ അഷ്റഫി കക്കുപ്പടിയോ ഇങ്ങനെ തുടങ്ങുന്ന പ്രമുഖന്മാർ ആരുമില്ലാഞ്ഞിട്ട് കേവലം സാധാരണക്കാരായ പ്രവർത്തകന്മാരെ വെച്ച് നടത്തിയ ഒരു പരിപാടി, 1200ഓളം ആളുകൾക്ക് ഇരിക്കാനിരിക്കുന്ന പരിപാടി, കോരിച്ചെരിയുന്ന മഴ ഉണ്ടായിട്ടും 85% സീറ്റുകളിൽ ആ പരിപാടി വിജയിച്ചിട്ട് അവിടെയുള്ള നാട്ടുകാരിന്റെ നിങ്ങൾ ആ സദസ്സ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കാം. ആ സദസ്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. സാധാരണ മറുഭാഗം നടത്തുന്ന പരിപാടിയിൽ മുതഅല്ലിമീങ്ങളെയാണ് സദസ്സ് മുഴുവൻ കാണുന്നതെങ്കിൽ നിങ്ങൾ ആ സദസ്സ് ശ്രദ്ധിച്ച ആളുകൾക്ക് മനസ്സിലാക്കാം. സാധാരണക്കാരായ നാട്ടുകാരും അതുപോലെ തന്നെ സാധാരണക്കാരെ അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി എവിടുന്നും ലോറിയിലും ബസ്സിലൊന്നും ഇറക്കുമതി ചെയ്യാതെ കേവല നാട്ടുകാരെ മാത്രം ഉൾക്കൊള്ളിച്ച പരിപാടി അൽഹംദുലില്ലാഹ് റബ്ബിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഉരുണ്ട് കളിക്കുന്ന ആളുകൾക്ക് ഇനിയും ഉരുണ്ട് കളിക്കാം. ഏതായാലും ആ ദാരിമി ഉസ്താദിന്റെ മറുപടി പ്രസംഗവും ആ ക്ലിപ്പിങ്ങിലുള്ള ആ സെറ്റപ്പ് ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. സുഹൃത്ത് ARCKP റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹം ബാക്കി ഗുണ്ടാ ക്ലിപ്പിന്റെയും മറ്റുള്ള പല ക്ലിപ്പിങ്ങിന്റെ ഒക്കെ കാര്യങ്ങൾ പറയും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ഇനി പറയേണ്ടുന്നില്ല, അത് എല്ലാ സ്ഥലത്തും ആ ക്ലിപ്പ് എത്തിയിട്ടുണ്ട്. കേൾക്കേണ്ട ആളുകൾക്കൊക്കെ കേൾക്കാം. രാമന്തള്ളിയുടെ ഒരു കമന്റിൽ കേട്ടു, വ്യാജമുടി വ്യാജ സംഘടന അവർക്ക് തന്നെയാണ് വ്യാജ പാസ്പോർട്ടും ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് പറ്റിയ പണി തന്നെയാണ് ഈ വ്യാജമുടിയുടെ ഏർപ്പാടും എന്നു അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടതാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇട്ടതാണോ എന്നറിയില്ല. ഏതായാലും രസകരമായ ഒരു പോസ്റ്റ് കണ്ടു. ഏതായാലും അള്ളാഹു ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും പൂർണ്ണ സുരക്ഷിതത്വവും ആഫിയത്തും ആരോഗ്യവും ഇസ്സത്തും ഹിമ്മത്തും ബർക്കത്തും നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നിങ്ങളുടെയൊക്കെ ദുആയിൽ ഉണ്ടാകണം എന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാനിവിടെ കേൾവിക്കാരനായി, മറ്റേ സനദില്ലാത്ത കേൾവിക്കാരനല്ല, ഞാൻ ഇവിടെ ഒരു കേൾവിക്കാരനായി ഇവിടെ ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ARCKP മൈക്കിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജിഷാൻ, നിങ്ങൾ കേൾവിക്കാരല്ല, ഇന്നത്തെ ചർച്ച മുഴുവൻ നിങ്ങൾ തന്നെ നിയന്ത്രിക്കും. ഇൻഷാ നമ്മളെ മുറാക്കിബ് ഉസ്താദൊക്കെ താഴത്തുണ്ട്, മുദ്രക്ക് നിങ്ങളെ പെരുത്ത് ഇഷ്ടമാണ്. അപ്പൊ നിങ്ങളാണ് മറുപടി പറയാനുള്ളത് എന്നറിയുമ്പോ കുറച്ചും കൂടി നമ്മളെ വ്യാജം പുടിക്കാർക്ക് ഒരു ആവേശവും മുഷിരും പുളിയൊക്കെ വരും. അതുകൊണ്ട് തന്നെ നമ്മളെ മുറാക്കിബ് ഉസ്താദൊക്കെ താഴത്തുണ്ട്. എല്ലാവരും ചോദ്യകർത്താക്കളൊക്കെ പെട്ടെന്ന് മൈക്കിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചോദ്യകർത്താക്കൾക്ക് വേണ്ടിയിട്ടാണ് വിഷയാവതരണം കാര്യങ്ങളൊക്കെ ജിഷാൻ വളരെ ചുരുക്കി സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ വാശിയും വിദ്വേഷവും വൈരാഗ്യമൊക്കെ വിട്ടുകൊണ്ട് നല്ല രീതിയിൽ ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് അറിയിക്കുന്നു. ഏതായാലും ഹക്കീം ബിൻ മുഹമ്മദ് കൈപൊക്കിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്തു. മറ്റു സുഹൃത്തുക്കളൊക്കെ മൈക്കിൽ വരിക. മാനവികത ആരും ഉണർത്തേണ്ടതില്ല എന്ന് പ്രത്യേകം അറിയിക്കുകയും ചെയ്യുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ജിഷാനുമായിനോടാണ് ചോദ്യം. അതായത് ഞാനിപ്പോ 1-2 പ്രവർത്തകരുമായിട്ട് ഇങ്ങനെ കുറെ സംവാദം നടത്തിയപ്പോഴേ മൂപ്പര് കുറച്ച് ആൾക്കാർ പറയുന്നു പൈസ കൊടുത്തിട്ടാണ് മൂപ്പര് അങ്ങോട്ട് പോയത്. അതിനെ കുറിച്ച് മൂപ്പർക്ക് എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി പറയാനുള്ളത് വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമ് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയരുത്. നിങ്ങളുടെ കാത് എല്ലാ അവയവങ്ങളും ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാകണം. ഇന്നല്ലന്ന ലാ യുഗ്നി മിനൽ ഹഖ് ശൈആ. അതും പരിശുദ്ധ ഖുർആനാണ്. ഊഹം ഒരിക്കലും സത്യത്തിന് നിരക്കുന്നതല്ല. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു ജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഅ്തബ് ബഅദുകും ബഅദാ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ. ഇതൊക്കെ പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ വേണ്ട. ഞാൻ ഇന്നും ഒരാളോട്, എന്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു അദ്ദേഹം ചിലപ്പോൾ കേൾക്കുന്നുണ്ടാകും, ഷമീർ എന്ന് പറയുന്ന സൗദി അറേബ്യയിലുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ അബ്ദുറൌഫ് പുളിക്കൽ, ഇവിടെ ഇന്നലെ കഴിഞ്ഞ സംവാദ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട റൌഫ് പുളിക്കലിന്റെ ജ്യേഷ്ഠൻ RSCയുടെ ഏതൊരു മേഖലയോ യൂണിറ്റോ ഏതോ സ്ഥലം പറഞ്ഞു, സൗദി അറേബ്യയിലോ മറ്റോ, അവിടെ സംഘടനാ തലത്തിലുണ്ട്. അവരൊക്കെ സംഘടന കൊണ്ട് വലിയ ആളാവുകയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, RSCയുടെ ഒരു യൂണിറ്റിന്റെ അല്ലെങ്കിൽ ഒരു ശാഖയുടെ സെക്രട്ടറി പ്രസിഡന്റായിട്ട് എന്താ കാര്യമുള്ളേ? അപ്പോ മൂപ്പർ എന്നോട് ചോദിച്ചു, അവർക്കൊക്കെ അതൊക്കെ വലിയ കാര്യമാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ബന്ധങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടത് എനിക്കാണ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം എന്നോട് പെട്ടെന്ന് ചോദിച്ചു, നസീർ മുതുകുറ്റിയായിട്ടുള്ള ബന്ധമൊക്കെ പോയി അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നസീർ മുതുകുറ്റി സാധാരണക്കാരായ ഒരു പ്രവർത്തകൻ മാത്രമാണ്. അതേസമയത്ത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാര്, മാളിയേക്കൽ സുലൈമാൻ മുസ്ലിയാര്, കാന്തപുരം അബൂക്കർ മുസ്ലിയാര്, ഈ പറയുന്ന നൗഷാദ് ഹസനി അടക്കമുള്ള ആളുകൾ, നൗഷാദ് ഹസനിയെ ശരിയാക്കി കൊണ്ടുവന്നിരുന്നു. ഏതായാലും നഷ്ടങ്ങൾ മാത്രമേ എനിക്ക് കയ്യിൽ നിന്ന് പറയാനുള്ളൂ. ബന്ധങ്ങളുടെ കാര്യം പറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നഷ്ടങ്ങൾ ഞാൻ വില കൽപ്പിക്കുന്നില്ല. അല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഒന്നാമത്തെ സ്നേഹം അത് റബ്ബായ അള്ളാഹുവിനോടുള്ള സ്നേഹമായിരിക്കണം. നിങ്ങൾ സ്നേഹിക്കുന്നത് റബ്ബിന് വേണ്ടിയായിരിക്കണം, നിങ്ങൾ വെറുക്കുന്നത് അതും റബ്ബിന് വേണ്ടിയായിരിക്കണം എന്നുള്ള ആ ഒരു തിയറി ഉൾക്കൊണ്ടുകൊണ്ടാണ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇതുവരെ എത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൽ ഒരു പൈസയുടെ മിച്ചം ഞാൻ SKSSF എന്ന് പറയുന്ന സംഘടനയിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ നിന്നോ ഈ വിഷയത്തിൽ ഞാൻ നേടി എന്ന് വല്ലവരും ആധികാരികമായി തെളിയിച്ചാൽ ഇൻഷാ അല്ലാഹ്, കേരളത്തിലെ ഒരു നടൻ പറഞ്ഞിരുന്നു, മോഡിയുടെ സ്ലേവായിട്ട് ഞാൻ ജീവിക്കും. എന്നാ ഞാൻ പറയുന്നു, ഞാൻ കാന്തപുരത്തിന്റെ അല്ല, നിങ്ങളുടെ മുഴുവൻ നേതാക്കന്മാരുടെയും സ്ലേവായിട്ട്, അടിമയായിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് ശിഷ്ട ജീവിതം കഴിച്ചുകൂട്ടും. എന്നാൽ ഒരാളെ സാലറി എങ്കിലും
നിങ്ങളുടെ സ്ഥാപനത്തിൽ കൊടുക്കാതെ നടക്കുമല്ലോ. 24 മണിക്കൂറും നയിപ്പുള്ള പണിയായിട്ട് പിന്നെ അധ്വാനിച്ച് നിങ്ങളെ കൂടെ ഉണ്ടാവും. അത് ആധികാരികമായിട്ട് തെളിയിക്കാനുള്ള ആണുങ്ങൾ വേണം. അല്ലാതെ വെറുതെ കുശുകുശു സംസാരം കൊണ്ട് കാര്യമില്ല. ഏതായാലും അത് ആണായി പിറന്ന ഒരുത്തനും അത് സാധിക്കുകയില്ല എന്നാണ് പറയാനുള്ളത്. നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ എനിക്ക് ബന്ധങ്ങളുമായി ബന്ധപ്പെടുത്തി വ്യക്തിബന്ധങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള പല ബന്ധങ്ങളും വെച്ചിട്ട് ഞാൻ പിന്നെ വളരെ ഒരു സന്തോഷവും കൗതുകവും തോന്നി. 8 മാസം കഴിഞ്ഞിട്ട്, ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു നാട്ടിൽ നിന്ന് ഇവിടെ വന്ന ഒരു സഖാഫി, ഖത്തറിൽ വന്ന സഖാഫി, അദ്ദേഹം പഴയ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്നെ ഒന്ന് വിളിച്ചു. എനിക്ക് ഭയങ്കര അത്ഭുതമായി. അദ്ദേഹം ഒരു സ്ഥാപനത്തിന്റെ പിരിവുമായിട്ട് വന്നതാണ്. ഏതായാലും അദ്ദേഹത്തെ ഞാൻ വ്യക്തിപരമായി കണ്ടിട്ടുണ്ട് എന്നുള്ള മറ്റൊരു വസ്തുത. ഏതായാലും ഇവരാ ആളുകളൊന്നും വിളിക്കാറുമില്ല, കാണാറുമില്ല, പിടിക്കാറുമില്ല, ഒന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കുറ്റബോധവുമില്ല. കാരണം ഇത് ഞാൻ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു കാര്യത്തിന്, നേട്ടത്തിനോ അല്ലെങ്കിൽ സ്വാർത്ഥമായ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിനോ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഷാർ മുബാറക്ക് അത് അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ നേടുക? ഞാൻ നരകത്തിലേക്ക് ഒരു സീറ്റ് വാങ്ങിക്കാണോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നേരത്തെ അൻസാർ മാഷ് പറഞ്ഞ വളരെ പ്രസക്തമായ വിഷയം അബ്ദുൽ നസീർ അസീരി പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞല്ലേ. എന്താ പറഞ്ഞത്? ജിഷാൻ ഒരു കളവ് പറഞ്ഞു എന്ന് സംഭവിച്ചാൽ അതൊന്നും സംഭവിക്കൂല. കാന്തപുരം ഉസ്താദ് കളവ് പറഞ്ഞു എന്ന് സമൂഹത്തെ ഒരിക്കലും വിശ്വസിപ്പിക്കാൻ അത് പാടില്ല എന്നുള്ള ഒരൊറ്റ കാരണത്താൽ എന്നെ ഈ പറയുന്ന വിധത്തിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റും നൽകി അവര് ആദരിച്ചു എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ജസാക്കുമുല്ലാഹു ഖൈറൻ. അടുത്ത ചോദ്യകർത്താക്കള് ഞാൻ സാന്ദര്യമായിട്ട് പറയട്ടെ, ചോദ്യം വന്നുകൊണ്ട് പറയട്ടെ. നമ്മളെ ഇന്നലത്തെ ഗുണ്ടാത്തലവൻ അംസാക്ക, നമ്മളെ വഹാബ് സക്കാഫിന്റെ ഗുണ്ട മർക്കസ് പഠിച്ച സാധനം എന്നാന്നിട്ട് മറ്റേ മുഹമ്മദ് രാമന്തരി പറഞ്ഞു, ഇതും മർക്കസ് പഠിച്ചാന്ന്. പഠിച്ചിട്ട് മർക്കസ് പഠിച്ചിട്ട് പുറത്തിറങ്ങുന്നൊക്കെ എന്തെങ്കിലും പൊട്ടിത്തെറിച്ചായി പോന്ന്. അതിലുണ്ടായ മറ്റൊരു ചങ്ങായി ഏതൊരു കൊലപാതക ശ്രമത്തിലാമട്ട് 1 മാസം ജയിലിൽ കിടന്നുവാണ്. സുബ്ഹാനല്ലാഹ്. 10 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞ പോലെ എല്ലാം ഇങ്ങനത്താണല്ലോ. അപ്പൊ നമ്മുടെ ഉസ്താദന്മാരെ ആക്രമിക്കാനാണോ അവർ വന്നത്? ARCKP അവരുടെ നമ്പർ എനിക്കുതാ, ARCKP അവർ ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞ് പലരും ഭയങ്കര ആവേശത്തിൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ ആർക്കും പ്രതികരിച്ചിട്ടില്ല. എനിക്ക് അവരോട് പറയാനുള്ളത്, ഒറ്റ വാക്ക് പറയാനുള്ളത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ശൈലിയല്ല അക്രമം. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ശൈലിയല്ല. അതേ സമയത്ത് അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരെ ഇസ്ലാമിന്റെ ശത്രുക്കളെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അതിനെതിരെ പ്രതികരിക്കുകയോ മറ്റോ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ നിങ്ങൾ പ്രതികരിച്ചിട്ട് അവസാനം കേസും കുലുമാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായ നഷ്ടമൊക്കെ സംഭവിച്ചാൽ സമസ്ത അതിന്റെ പിന്നിലുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാലോ, AP വിഭാഗത്തിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ സൈക്കിൾ വന്ന് വീണിട്ട് കാലിന് മുട്ടിന് പരിക്ക് വന്നാൽ ചിലപ്പോൾ AP തന്നെ വന്നിട്ട് നോക്കും, ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് സന്ദർശിക്കുകയും ചെയ്യും. വേണ്ട എല്ലാ പൈസയും കാര്യങ്ങളും തരും. കാരണം അവർക്ക് അങ്ങനെ കിട്ടുന്ന ആളാണ്. അവർ അങ്ങനെയാണ്. വേണമെങ്കിൽ അതിന്റെ അടിയിൽ എഴുതിയും ചെയ്യും, SKSF ഉന്തിയിട്ടതാണെന്ന് പറയും ചെയ്യും. സൈക്കിളിലേക്ക് പോകുമ്പോൾ SKSF തള്ളിയിട്ടതാന്ന് പറയും ചെയ്യും. എന്നിട്ട് അതൊരു വലിയ വാർത്തയൊക്കെ ആക്കിയിട്ട് ഉസ്താദ് സന്ദർശിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യും. സമസ്ത കേരളയെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ സംഘടന, നമ്മുടെ ഓരോരുത്തരുമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അപ്പം നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടി വരും. അതിന്റെ എല്ലാ കാര്യങ്ങളും അവർ തന്നെ കാണേണ്ടിയും വരും എന്ന് സന്ദർഭമായിട്ട് അറിയിക്കും. ഫൈസൽ മച്ചിങ്കൽ ഇറ്റായില്ലേ? ഫൈസൽ മച്ചിങ്കൽ പറയുന്നത് നിങ്ങൾ എന്റെ പേര് പറയണ്ടായിരുന്നു. തുടക്കല്ലേ ഫൈസലെ, നിങ്ങൾ എന്തിനാ ബേജാറാന്ന്? അടിച്ചങ്ങോട്ട് പൊളിക്കും. നിങ്ങളൊന്നും പേടിക്കണ്ട ഇൻഷാ അല്ലാ. അതൊക്കെ ഒരു വലിയ ഭാഗ്യാണ് ഫൈസൽ മച്ചിങ്കലെ. അതൊക്കെ ഒരു വലിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടെങ്കിലും ഒന്ന് പ്രവർത്തിക്കാൻ കഴിയാന്നുള്ളത് വലിയ ഭാഗ്യാണ്. അത് പിന്നെ പൈസ കൊടുത്താലൊന്നും വാങ്ങാൻ കിട്ടുന്ന സാധനമല്ല. അപ്പോ അൽഹംദുലില്ലാ ഇനിയും ഇതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിക്കുക, സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക എന്ന് അദ്ദേഹത്തെ അറിയിക്കുന്നു. മറ്റു ചോദ്യകർത്താക്കൾ അബൂ റഫിയൊക്കെ ഉണ്ടല്ലോ, ഈ ജിഷാനെ കണ്ടതുകൊണ്ടാന്ന് തോന്നുന്നു ഒന്നും മൈക്കിലേക്ക് വരുന്നില്ല അല്ലേ? അല്ലെങ്കിൽ അബൂ റഫിയൊക്കെ മൈക്കിലേക്ക് ഇങ്ങനെ ചാടി വരുന്ന ആളാണ്. ഇന്ന് പിന്നെ ജിഷാമ്മ അതിനെ കണ്ടതുകൊണ്ടോ എന്തേന്നറിയില്ല. ജിഷാൻ എനിക്കൊരു PM വിടണം കേട്ടാ. നിങ്ങളെ PM DND ആണ്. മൈക്കിലേക്ക് ശരി.
ഞാൻ അതിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു വിഷയം കൂടി സൂചിപ്പിക്കുന്നു. ഏതായാലും നമ്മുടെ പത്തപ്പരിയ മജീദുമായി സംസാരിച്ച ഒരു ക്ലിപ്പ് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കേട്ടിരുന്നു. ബഹുമാന്യനായ കുഞ്ഞാലൻകുട്ടി ഫൈസിയെ സംബന്ധിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അപ്പോ വാട്സപ്പിൽ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടോ, അതിന്റെ മുമ്പ് തന്നെ കഴിച്ചാലും മതി, ദൂരെയിടം പോണ്ട, നിങ്ങൾ വേണ്ട വിഷയം ചിലപ്പോൾ വേണ്ടി വരും. എയർ സെക്യൂരിറ്റിയാണ് പറഞ്ഞത്. ഏതായാലും അദ്ദേഹം എന്നോട് ചോദിച്ചു, നല്ല രസമാണ്, എന്നെ കുറിച്ച് ഒരു പെണ്ണ് കേസ് പറഞ്ഞു എന്ന് കേട്ടു, ആ ക്ലിപ്പ് ഒന്ന് അയച്ചുതരും. കുഞ്ഞാലൻകുട്ടി ഫൈസി വാട്സപ്പ് ചോദിച്ചാണ് അദ്ദേഹത്തെ പറ്റി പെണ്ണ് കേസ് പറഞ്ഞു, ആ ക്ലിപ്പ് ഒന്ന് അയച്ചത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു, അതാരും കാര്യാക്കിയിട്ടില്ല ഉസ്താദെ, അതിന് ആ സുഹൃത്തിനുള്ള മറുപടി ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ സംസാരത്തിൽ എനിക്ക് അങ്ങനെയുള്ള ധാരണ ഒന്നുമില്ല, കുഞ്ഞാലൻകുട്ടി ഫൈസിയൊക്കെ നല്ല ആളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഫോണ് അവസാനിപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇന്ന് വിശദമായി ഒരു മറുപടി കൂടി എനിക്ക് ഇന്ന് വാട്സപ്പിൽ അയച്ചിട്ട് ഞാനൊന്ന് വായിക്കാം. ജിഷാനെ, എന്റെ ജീവിതത്തിൽ എനിക്കെതിരെ ഒരു പെണ്ണാരോപണവും പോലും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഒരാഴ്ച മുമ്പ് എന്റെ നാടിനടുത്തുള്ള ഒരു ചെക്കനെ ഒരു വീട്ടിൽ നിന്ന് നാട്ടുകാർ പിടികൂടി. അവൻ എന്റെ സുഹൃത്തും ഡ്രൈവറുമായിരുന്ന ജംഷി എന്നവന്റെ അനുജനാണ്. ജംഷി 2 വർഷമായി UAE-യിൽ ആണ് ഉള്ളത്. ഇവിടെ APക്കാർ എന്റെ ഡ്രൈവർ പിടിയിൽ എന്നു നെറ്റിലൂടെയും മറ്റും പ്രചരിപ്പിക്കുന്നു എന്ന് കേട്ടു. ഇതായിരിക്കും മജീദ് പത്തപ്പിരിയം മജീദിനെ ഉദ്ദേശിച്ച് മജീദും കേട്ടത്. അല്ലാതെ എനിക്കും ഇതിൽ ബന്ധമുണ്ടെന്ന് ആരും പറഞ്ഞതായി അറിയില്ല എന്ന്. ഓരോരുത്തരെ സംബന്ധിച്ച് ഓരോരുത്തർക്ക് ബേജാറുണ്ടാവില്ല. അപ്പം ഏതായാലും ഇവിടെ നടക്കുന്ന ചർച്ച ഏതായാലും കുഞ്ഞാലൻകുട്ടി ഫൈസിയുടെ ചെവിയിലെത്തിയിട്ട് അദ്ദേഹം വളരെ ടെൻഷനായിട്ട് അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു ആരോപണമായതുകൊണ്ട് ഏതായാലും ആ ആരോപണമൊന്നും ഒരു APക്കാര് പോലും മുഖവിലക്ക് എടുക്കും എന്ന് തോന്നില്ല. ഏതായാലും അത്തരം വിഷയങ്ങളൊന്നും ഞാൻ അദ്ദേഹം പറഞ്ഞൊരു വിഷയം അന്ന് കേട്ട വല്ലവരും ഉണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കണ്ട എന്ന് കരുതി സാന്ദർഭികമായി അതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ആരൊന്നും എടുക്കാത്തെ ഏതായാലും ആരും കേൾക്കുന്നില്ലേ? ഞാൻ മറ്റൊരു സന്തോഷ വാർത്ത കൂടി നിങ്ങളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഇതാക്കുകയാണ്. മുതലാളി എന്നല്ലൊരു സാധാരണ കമ്പനി ജോലിക്കാരനാണ്. മുമ്പ് ഒരു എമൗണ്ട് അമുസ്ലിം സുഹൃത്തായ ഒരു എൻ്റെ കമ്പനിയുടെ ഉടമ അദ്ദേഹം സാലറിയുടെ പകുതി ഭാഗം തരാൻ ബാക്കിയുള്ളപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. കേൾക്കുന്നില്ലേ? അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു, കാരണം പറയേണ്ട ചില കാര്യങ്ങൾ പറയണമല്ലോ. അദ്ദേഹം അന്ന് പറഞ്ഞു, ഞാൻ മരിക്കുന്നതിന് മുമ്പ് ആ പൈസ നിനക്ക് തന്നിരിക്കുന്നു. അപ്പൊ അസ്രായേൽ വരുന്നതിന്റെ തലേന്ന് വരെ അതിന്റെ അവധിയുണ്ട്. അദ്ദേഹം അത് പറഞ്ഞിട്ടിപ്പോ 4 കൊല്ലം കഴിഞ്ഞ്, അദ്ദേഹം ആ സംസാരം പറഞ്ഞിട്ടിപ്പോ 4 വർഷം കഴിഞ്ഞു. ഞാൻ മരിക്കുന്നതിന്റെ മുമ്പ് ആ ശമ്പളം നിനക്ക് തന്നിരിക്കും എന്നാണ് പറഞ്ഞത്. അതിൽ കുഴപ്പമില്ല. ഞാൻ ഉംറക്ക് പോയ സമയമുണ്ടായിരുന്നു. ഉംറക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെയുള്ള ഒരു സഖാഫി, ആ സഖാഫി വളരെ പ്രയാസം അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളിൽ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒരു 3000 റിയാല് കടമായി കിട്ടണം എന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ കേൾക്കുന്നില്ലേ? സാധാരണ മറ്റേ ആള് ചായ പൈസ കൊടുത്തിട്ടില്ല, ആട്ടിന്റെ പൈസ കൊടുത്തിട്ടില്ല, ഓട്ടോക്കാരന്റെ പൈസ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ഉള്ളത് കൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ ചില യാഥാർത്ഥ്യങ്ങളും പറയണമല്ലോ. അതെ, AP വിഭാഗത്തിലുള്ള സഖാഫി തന്നെയാണ്. എന്നാലും അത് നല്ല ചോദ്യമാണ് ചോദിച്ചത്. AP വിഭാഗത്തെയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും ഇന്നും അനുകൂലിക്കുന്ന ആള്. APക്കാരനായ ഒരു സഖാഫി നമ്മളോട് കടം ചോദിക്കാന്ന് പറഞ്ഞാല്
ഏതായാലും നമ്മക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഏതായാലും ഇരിക്കട്ടെ. അദ്ദേഹം ഉംറയുമായി ബന്ധപ്പെട്ട് ഞാൻ പോകുന്നതിന്റെ മുമ്പ് ചോദിച്ചപ്പോ, ഞാൻ ഉംറയ്ക്ക് പോയത് മാർച്ച് മാസമാണ്. ഇതേതാ മാസം നിങ്ങൾക്ക് തന്നെ അറിയാലോ. അപ്പോ അന്ന് 3000 റിയാല് ഞാൻ അദ്ദേഹത്തിന് സംഘടിപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഉംറയ്ക്ക് പോകുമ്പോൾ എനിക്ക് 1000 റിയാല് തിരിച്ചു തരണോ, ബാക്കി 2000 റിയാല് നിങ്ങൾ തിരിച്ചു വന്നിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഏതായാലും 1000 റിയാല് ഉംറയ്ക്ക് പോകുന്നതിന്റെ തലേന്ന് അദ്ദേഹം തന്നിരുന്നു. ബാക്കി 2000 റിയാല് ഞാൻ തിരിച്ചു വന്നാൽ തരാമെന്നറിഞ്ഞു. ഏതായാലും ഇൻഷാ അല്ലാഹ് അത് ഞാൻ എഴുതി തള്ളിയ കൂട്ടത്തിൽ പെടുത്തിയിരിക്കുന്നു. സക്കാഫിയുടെ ഒരു വിവരവും ഇല്ല എന്ന് വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അദ്ദേഹം ഇപ്പൊ എന്റെ ഫോൺ നമ്പർ എടുക്കാറില്ല എന്നുള്ള വിഷയവും വളരെ സന്തോഷപൂർവ്വം തന്നെ അറിയിക്കുകയാണ്. ഏതായാലും അസ്സബ്റു നിസ്ഫുൽ ഈമാൻ എന്നൊക്കെ ഉണ്ട്. ഇത് കേൾക്കുന്ന വല്ലവരുണ്ടെങ്കിൽ സക്കാഫയെ ഒന്ന് ഉണർത്തിയാൽ അത് നന്നായിരിക്കും. അതുകൊണ്ട് മാന്യന്മാരാണെങ്കിൽ അൽവി സക്കാഫി കൊളത്തൂരിന്റെ മാതിരി ക്ലിപ്പൊന്നും പുറത്തില്ലാതെ മാന്യമായി നടക്കാം. അല്ലെങ്കിൽ എന്തൊക്കെ നിങ്ങളുടെ നേതാക്കന്മാരെ പറ്റി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അത്തരം ആളുകളോട് ഒന്നേ പറയാനുള്ളൂ. അതുകൊണ്ട് മാന്യത എല്ലാ വിഷയത്തിലും പുലർത്തണം എന്ന് മാത്രം അറിയിക്കുകയാണ്. അത് 2000 റിയാല് മുഖ്യ ഒരു സക്കാഫിയുടെ ഒരു കഥ ഒരു സാമ്പിളിന് മാത്രം വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് ഓപ്പൺ ഐസിന് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ഹലോ, ജിഷാൻ മാഹി, നിങ്ങൾക്ക് ഇപ്പോ 8 മാസം 9 മാസത്തോളായിട്ട് ഈ ഒരു സംഭവങ്ങൾ പുറത്തു വന്നതിന് ശേഷം നിങ്ങൾ ഇതെല്ലാം പുറത്തു വിട്ടതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്താണ് വ്യക്തിപരമായിട്ട് നേട്ടം ഉണ്ടായതെന്ന് പറയാൻ പറ്റുമോ? ഇത് ഇങ്ങനെ സംഭവങ്ങൾ പുറത്തു വന്നതിന് ശേഷം നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായോ, അതല്ല നിങ്ങളെ കൂട്ടുകാരും എല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്, അതല്ല നിങ്ങൾ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതെല്ലാം പുറത്തുവിട്ടതാണോ? ഏതായാലും എനിക്ക് വ്യക്തിപരമായിട്ട് എന്താ നേട്ടം ഉള്ളതെന്ന് ചോദിച്ചത് അല്ലേ? അതായിരുന്നു ചോദ്യം അദ്ദേഹത്തിൻ്റെത്. ഏതായാലും നേട്ടം ഉള്ളത് ഒരു സമൂഹത്തിന്. കാരണം സത്യം പറഞ്ഞാല് മുഹമ്മദ് രാമന്തള്ളി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ സംബന്ധിച്ച് ദയൂബന്ദി ആരോപണം നടത്തിയപ്പോ സത്യം പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ അത് ഉൾക്കൊള്ളാൻ എന്നെ കൊണ്ട് പോലും സാധിച്ചിരുന്നില്ല. കാരണം അത് ഇത്തിരി കടന്ന കയ്യായില്ലേ എന്ന് ഞാൻ കരുതി. രണ്ടാമത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്ക് ഞാൻ ഫാത്തിഹ ഓതിയിട്ട് കത്തിച്ചു, അത് കത്തി എന്ന് പറഞ്ഞ സമയത്ത് ആ ഹുക്മ് കാന്തപുരം ഉസ്താദ് പറഞ്ഞ ഹുക്മ് ഞാൻ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ അംഗീകരിക്കുന്നില്ല എന്നാ പറഞ്ഞത്. നിങ്ങൾ ആ പോയിന്റ് നിങ്ങൾ അടിവര ഇടണം. കാന്തപുരം ഉസ്താദ് പറഞ്ഞ ഹുക്മ് ശാഫിഈ മദ്ഹബിൽ ഇല്ല എന്നോ അല്ലെങ്കിൽ നമ്മുടെ മദ്ഹബ് അംഗീകരിക്കുന്നില്ല എന്നൊന്നല്ല പറഞ്ഞത്. ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നില്ല എന്നൊന്നല്ല പറഞ്ഞത്. ആ ഹുക്മ് ഞാൻ അംഗീകരിക്കുന്നില്ല. ഈ ആരാണ്? അന. അതെനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ അംഗീകരിക്കുന്നില്ല എന്നൊരാൾ പറയുകയും പക്ഷെ ആ പറഞ്ഞ ആദ്യ പ്രാരംഭഘട്ടത്തിൽ അത് സ്വാഭാവികമായിട്ട് സബുക്കുൽ ലിസാനിൽ പറ്റിയ ഒരു പിഴവാണ്, നാക്ക് പിഴവാണ് എന്ന് മനസ്സിലാക്കുകയും അതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ക്ലാസ് റൂം ഒന്നടങ്കം ആ വാദത്തെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി സമസ്തയിൽപ്പെട്ട ഒരു പണ്ഡിതനുമായി അബ്ദുസ്സലാം ബാഖവിയുമായി ഒരു സംവാദത്തിന്റെ വ്യവസ്ഥ പോലും തയ്യാറാക്കുന്ന വിധം കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിനുശേഷം നിങ്ങൾ കേട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ഈച്ച വരുമോ എന്നൊരു ക്ലിപ്പ് നിങ്ങൾ ആരും കയ്യിലുണ്ടോ ഒന്ന് ഇടണം കേട്ടോ. ആ ക്ലിപ്പ് ഉള്ള വല്ലവരുണ്ടെങ്കിൽ ഒന്ന് ഇടുക. കാരണം പിന്നെ ആബിദ് തങ്ങള് അതുപോലെ പിന്നെ ക്ലിപ്പിന്റെ സ്പെഷ്യലിസ്റ്റ് ആയ ചില ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഏതായാലും ആ ക്ലിപ്പിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നു അത് വസ്ത്രത്തിൽ നിൽക്കുകയില്ല എന്നാണ്. ജസദ് ഷരീഫ് എന്നുള്ള ഭാഗം ഇബാറത്ത് കിതാബിൽ നിന്ന് കട്ട് വായിക്കുന്ന ഒരവസ്ഥ. അപ്പൊ നേട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ സുന്നത്ത് ജമാഅത്ത് ആ മഹത്തായ ആശയത്തിൽ വെള്ളം ചേർത്ത് സംഘടനക്കും സംഘടനാ നേതാവിനും വേണ്ടി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങളിൽ
വെള്ളം ചേർക്കുന്ന ഒരു സമൂഹത്തെ നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കാൻ ഉപകാരപ്പെട്ടു ഈ കഴിഞ്ഞ 8 മാസം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഒരു സമൂഹത്തിന് അത് ബോധ്യപ്പെടുന്നതിൽ എന്നോട് സുന്നിസം നൗഷാദ് ഭായി എന്നോട് വളരെ പലപ്പോഴും, നൗഷാദ് സാഹിബ് ഇപ്പോൾ ഉണ്ടെങ്കിൽ അദ്ദേഹം പറയും, ജിഷാനെ പൊന്മളയുടെ ഈ വഹാബിവാദം നീ പുറത്തു കൊണ്ടുവന്നതാണ് ഏറ്റവും വലിയ നേട്ടം എന്ന് പലപ്പോഴും ഈ സുന്നിസം എന്നോട് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. അപ്പോ നേട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായുള്ള നേട്ടം, ഈ ഒരു നേട്ടം, സമൂഹം മനസ്സിലാക്കിയ ഒരു നേട്ടം, ഈ ആദർശത്തിൽ സംഘടനയ്ക്ക് വേണ്ടി ഇവര് നടത്തിയ വെള്ളം ചേർക്കലുകൾ, സംഘടനാ നേതാവിന് വേണ്ടി ആദർശം ഇവര് പണയം വെച്ച ഒരവസ്ഥ. ഞാനിത് വെറുതെ പറയല്ല. മുമ്പ് മുജാഹിദിന്റെ ഒരു മൗലവി എന്താണ് EK എന്താണ് AP എന്ന് ചോദിക്കുന്ന സമയത്ത് അവരോട് നെഞ്ഞു വിരിച്ച് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഞങ്ങൾ തമ്മിൽ തൗഹീദിൽ വ്യത്യാസമില്ല, ഞങ്ങൾ തമ്മിൽ അഖീദയിൽ വ്യത്യാസമില്ല, ഞങ്ങൾ തമ്മിൽ ഫിഖ്ഹിൽ വ്യത്യാസമില്ല, ഞങ്ങൾ തമ്മിൽ ആകെയുള്ള വ്യത്യാസം സംഘടനാപരമായ വ്യത്യാസം, മദ്രസ ആര് നടത്തണം, സ്ഥാപനം ആര് നടത്തണം, സിറാജുൽ ഹുദ ആര് നടത്തണം, അല്ലെങ്കിൽ പട്ടിക്കാട് സ്ഥാപനം ആര് നടത്തണം എന്നുള്ളതിലെ ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ളൂ എന്ന് പറഞ്ഞൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നേ വരെ കേരളത്തിൽ ഒരു സംവാദം നടന്നിട്ട് മുജാഹിദിന്റെ ഒരു മൗലവി, നേരത്തെ സുഹൃത്ത് അൻസാർ മാസ്റ്റർ സൂചിപ്പിച്ചു, സഹോദരൻ നൗഷാദ് ഹസനി, ഫതാവ റംലിയും അതുപോലെ തന്നെ ഇമാം സുബക്കി റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിഫാഉസ് സക്കാം എന്നൊക്കെ ഉള്ള കിതാബിൽ നിന്ന് വളരെ മനോഹരമായിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ തെളിവുകൾ വെച്ച് സംവാദത്തിൽ വളരെ മനോഹരമായി മുന്നേറുന്ന ഒരു അവസരത്തിൽ ആ മുന്നൊരുക്കം, ആ ഒരു ഒഴുക്ക് തടയാൻ വേണ്ടി നൗഷാദ് ഹസനി എന്ന് പറയുന്ന ആ ഒരു പണ്ഡിതനെ മുജാഹിദ് വിഭാഗത്തിലുള്ള ഒരു മൗലവി, പ്രമുഖനായ മൗലവി, അദ്ദേഹം തടയിട്ടത് പൊൻവള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞ, ഞാനുമായി സംസാരിച്ച ആ ഒരു സംഭാഷണമാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം അതിന്റെ ഗൗരവം എത്രമാത്രം ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ ഇത്തരം സമൂഹത്തിന് നേട്ടമുണ്ടാകുന്ന ഒരു കാര്യം, അത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കുന്നു. ഏതായാലും ഇത്തരം കാര്യങ്ങൾ നെല്ലും പതിരും വേർതിരിഞ്ഞ് മനസ്സിലാക്കാൻ ആ ഫോൺ കോളുകൾ ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ അത്യധികം ആഗ്രഹിക്കുന്നു, സന്തോഷിക്കുന്നു. നഷ്ടങ്ങൾ വന്നത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് മുഴുവൻ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് വ്യക്തിബന്ധങ്ങളും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളും ഒരുപാട് മറ്റു ബന്ധങ്ങളും ഈ ഒരു കളവിന് ഞാൻ കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏതായാലും അറിയുന്ന ആളുകൾക്ക് അറിയാം എന്ന് മാത്രം സൂചിപ്പിച്ച് ആ സുഹൃത്തിന്റെ ചോദ്യത്തിന് മറുപടി ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാണ്. അദ്ദേഹത്തിന് എന്നെ വേണമെങ്കിൽ മൈക്കിലേക്ക് വരാം. ഞാൻ മൈക്ക് റിലീസ്. പ്രവാചകന്റെ അമാനുഷികതയിൽപ്പെട്ട പലതും ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അവിടുത്തെ തിരുകേശം കത്തുകയില്ല എന്നത്, അവിടുത്തെ തിരുകേശത്തിന് നിഴലില്ല എന്നത്, അങ്ങനെ പലതും ഉണ്ട്. അത് അവിടുത്തെ അമാനുഷികതയാണ്. പ്രവാചകരുടെ അമാനുഷികത എന്താണെന്ന് മനസ്സിലാക്കാത്തവർ അതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. എല്ലാം ഉറപ്പിക്കാൻ കാരണം വെച്ചാൽ AP ഉസ്താദ് അടക്കം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയർ മുബാറക്ക് കത്തൂലാന്ന് AP ഉസ്താദ് അടക്കം പറഞ്ഞു. AP ഉസ്താദ് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ല, തിരുകേശം കത്തുകയില്ല, പക്ഷെ കത്തിക്കാൻ പാടില്ല എന്നല്ലേ. ഞാനത് റസൂലുള്ളാഹിന്റെ പേരിൽ ഫാത്തി ഓതിയിട്ട് തന്നെ ഞാൻ കത്തിച്ചു, അത് കത്തി. ഞാൻ AP ഉസ്താദ് പറഞ്ഞ ആ വെക്കുന്നത് ഞാൻ എഴുതിക്കണില്ല, കാരണം കത്തൂലാന്ന് റസൂലുള്ളാഹിന്റെ ആയത്ത് കാലത്താണ്. ഞാൻ AP ഉസ്താദ് പറഞ്ഞ ആ വെക്കുന്നത് ഞാൻ എഴുതിക്കണില്ല, കാരണം കത്തൂലാന്ന് റസൂലുള്ളാഹിന്റെ ആയത്ത് കാലത്താണ്. പിന്നെ അത് വഫാത്തിന് ശേഷം വഫാത്തിന് ശേഷം നിലനിൽക്കുന്ന റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ നിന്ന് ഖിയാമത്ത് വരെ നിൽക്കണം, മജ്ലിസിൽ ഖുർആൻ മാത്രമേ ഉള്ളൂ. പിന്നെ അത് വഫാത്തിന് ശേഷം വഫാത്തിന് ശേഷം നിലനിൽക്കുന്ന റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ നിന്ന് ഖിയാമത്ത് വരെ നിൽക്കണം, മജ്ലിസിൽ ഖുർആൻ മാത്രമേ ഉള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗണ്ട് കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഹലോ, സൗണ്ട് കേൾക്കാവോ? ഹലോ, ഓക്കെ. ജിഷാൻ, എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ 18 മുടി കിട്ടിയെന്ന് പറഞ്ഞല്ലോ ജാലിയവാലിൻ്റെ അടുത്തുനിന്ന്. ജിഷാൻ മൈക്ക്
ജിഷാൻ അതിൽ എത്ര മുടി കത്തിച്ചു? ഫാത്തിഹ ഓതി കത്തിച്ചപ്പോൾ മുടി കത്തി എന്ന് പറഞ്ഞല്ലോ. ഈ മുടി കത്തിക്കുന്ന സമയത്ത് ജിഷാൻ ഒറ്റക്കായിരുന്നോ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇത്രത്തോളം തെളിവ് വെച്ച് ഫോൺ കോളുകളും ക്ലിപ്പുകളും ഉപയോഗിക്കുന്ന ജിഷാൻ മാഹി എന്തുകൊണ്ട് അതിന്റെ വീഡിയോ ഒന്ന് പുറത്തു വിട്ടുകൂടെ? ജനങ്ങൾ കണ്ടൂടെ? കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. ഓക്കെ, നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന കത്തിച്ചത്? ഓക്കെ, വരി, മൈക്കിൽ വരി. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഖലീൽക്ക സാധാരണ എപ്പിക്കാരെ കൊണ്ട് പറഞ്ഞതുപോലെ എല്ലാ വിഷയങ്ങളും കേൾക്കാറില്ല. ഞാൻ എത്ര മുടിയാ കത്തിച്ചതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ആ സി ഡിയിലുണ്ട്, അതിനുശേഷമുള്ള പല സംസാരത്തിലുണ്ട്. എത്ര മുടിയാ സാധാരണ ഞാൻ കത്തിച്ചത്? എത്ര മുടിയാൻ കത്തിച്ചത്? അതെ, 4 മുടി. അതാ ബഷീർക്കൊക്കെ റെഡിയായി നിൽക്കുന്നതാ. 4 മുടികൾ ഞാൻ കത്തിച്ചു. അത് ബഷീർ ഏക്കേട്ടിയൊക്കെ മൂപ്പരിപ്പോ തറവായി. മൂപ്പരൊക്കെ ഇത് പഠിച്ച് മുടി വിഷയം പഠിച്ചിട്ട് മൂപ്പര് ഡിസൈനിങ് ഇപ്പം മറന്നു തുടങ്ങിയെന്നാ തോന്നുന്നു. മൂപ്പര് ഡിസൈനറാണ്. ഇപ്പൊ മൂപ്പര് ഡിസൈനിങ് ഒക്കെ പഠിച്ച് ഇപ്പൊ മുടി സ്പെഷ്യലിസ്റ്റായി മാറുന്നൊരു വിശേഷത്തിലല്ലേ. ഏതായാലും അൽഹംദുലില്ലാ. അപ്പോ ഉള്ള പോലെ പറയാലോ, ഞാൻ എന്റെ വീട്ടിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഓഫീസ് റൂമിൽ കതകടച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതിയിട്ടാണ് ഞാൻ കത്തിച്ചത്. ആ കത്തിച്ചിട്ട് 2 വർഷത്തോളം ആ കത്തിച്ച വീട്ടിലുള്ള എന്റെ സ്വന്തം ഉപ്പായും ഉമ്മായും പോലും ഈ മുടി വ്യാജമാണെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം ഈ സംഘടനയോട് കാണിച്ച കൂറ് ഇവര് തിരുത്തും എന്ന് ഞാൻ വിശ്വസിച്ചു പോയ എന്റെ മണ്ടത്തരം. പിന്നെ അദ്ദേഹം ഇതിന്റെ ഒരു വീഡിയോ ആണ് ചോദിക്കുന്നത്. അപ്പൊ ഖലീൽ ഖാനോട് എനിക്ക് മാന്യമായ ഒരു സംശയം, ഇതുവരെ ഞാൻ പുറത്തുവിട്ട മറ്റുള്ള എല്ലാ തെളിവുകളും താങ്കൾ അംഗീകരിച്ചോ? എന്റെ മാന്യമായൊരു ചോദ്യമാണ്. ഇതുവരെ ഞാൻ പുറത്തുവിട്ട മറ്റുള്ള തെളിവുകൾ അംഗീകരിച്ചോ? സുഹൃത്തുക്കൾ ചിന്തിക്കണം. മറ്റുള്ള തെളിവുകൾ അംഗീകരിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു തെളിവ് ചോദിക്കുന്നതിൽ എന്തെങ്കിലും അന്തമുണ്ടോ? അപ്പൊ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, അൽഹംദുലില്ലാ, ഇതുവരെ ഞാൻ പുറത്തുവിട്ട മുഴുവൻ തെളിവുകളും ഖലീൽ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇല്ലാത്ത വീഡിയോ ഞാൻ ഉണ്ടാക്കേണ്ടില്ലല്ലോ. ഞാൻ കാന്തപുര ഉസ്താദിന്റെ മാതിരി എനിക്ക് സെനത് ഉണ്ടാക്കുന്ന ആ പണി, എനിക്ക് കള്ള വീഡിയോ ഉണ്ടാക്കുന്ന പണി എനിക്കില്ല. ഏതായാലും ഞാനൊന്നുകൂടി പറയാ, ഞാൻ ഈ 14 മുടികൾ കൈമാറുന്ന വീഡിയോ അത് രാമന്തള്ളിയുടെ അടുക്കലോ അല്ലെങ്കിൽ നൗഷാദ് ഹസനിയുടെ അടുക്കലോ ഉണ്ട്. കാരണം അത് എന്റെ വീട്ടിന്റെ മുറ്റത്ത് ഉള്ള ഭാഗത്ത്, അതായത് ഗേറ്റിന്റെ പുറത്ത് നൗഷാദ് ഹസനിയുടെ കാറിൽ ഞാൻ ഇരുന്നിട്ട്, കാറിന്റെ പുറകുവശം ഞാൻ ഇരുന്നിട്ട് ഞാൻ നൗഷാദ് ഹസനിക്ക് 14 മുടികൾ കൈമാറുന്ന വീഡിയോ നൗഷാദ് ഹസനിയുടെ ഡ്രൈവറായ റാഫിഇ അത് പിടിക്കുന്ന സമയത്ത് മുഹമ്മദ് രാമന്തള്ളി സാക്ഷിയാണ്. അത് രാമന്തള്ളി വരുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. ആ മുടികൾ 14 മുടികൾ ഇപ്പോഴും ഹാഫിദ് അബ്ദുൽ ഹക്കീം മുസ്ലിയാർ കുരുവട്ടൂർ, ആ ഹാഫിദ് അബ്ദുൽ ഹക്കീം മുസ്ലിയാർ എന്ന് പറയുന്ന കാന്തപുരത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ കയ്യിൽ ആ മുടികൾ ഇപ്പോഴും ഉണ്ട്. അത് മനസ്സിലാക്കണം ഖലീൽക്ക. ആ 14 മുടികൾ, ഇനി ജിഷാൻ ആ മുടി കത്തി എന്ന് കള്ളം പറഞ്ഞതാണെങ്കിൽ ബാക്കി മുടികളൊന്ന് കത്തിച്ച് കാണിച്ചാന്ന്, ബാക്കി 14 മുടികൾ നിങ്ങളൊന്ന് കത്തിച്ചിട്ട് കാണിച്ചാ അത് കത്തുന്നില്ല എന്ന്, എന്നാ ബാക്കി 14 നമുക്ക് ഷെയറും പറക്കായിട്ട് കണക്കൂട്ടാം അല്ലേ? അതല്ല അതിന്റെ മറുപടി. ഞാൻ ഏതായാലും മൈക്ക് റിലീസ് ചെയ്യാം. നിങ്ങൾ കൊടുന്നത് ജാലിയാമതിരുന്നല്ല 18 കൊടുന്നത്. നിങ്ങൾ ഷെയറുബാറക്കായിട്ട് കണക്കൂട്ടാൻ പറ്റുമോ? നിങ്ങളൊന്ന് കത്തിച്ച് കാണിച്ചാൽ ബാക്കിയുള്ളതും കൊണ്ട് ഞമ്മഴത്ത് ഏതായാലും മുടിയില്ല കത്തിച്ചാന്. പിന്നെ കത്തിച്ചതിനെന്ത് തെളിവുള്ളത്? നിങ്ങൾ കത്തിച്ചു എന്ന് പറഞ്ഞല്ലോ. ഈ ഇത് കത്തിക്കുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നു? നിങ്ങൾ വീട്ടിൽ വെച്ച് കത്തിച്ചാണോ? വീട്ടിലെ ഉമ്മയോ ഉപ്പയോ ആരും ഉണ്ടായിരുന്നോ കൂടെ? അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വെച്ചാ കത്തിച്ചത്? ഇതിനെന്ത് തെളിവ് വേണ്ടേ ജിഷാൻമായി? എന്താ ഇങ്ങനൊക്കെ പറഞ്ഞു പോയാലേ? ഓക്കെ. സഹോദരന്മാരെ, നിങ്ങൾ കേട്ടില്ല. അദ്ദേഹം പഴയ ക്ലിപ്പ് മാത്രമല്ല പുതിയ പറഞ്ഞ പോലും കേട്ടില്ല എന്നർത്ഥം. ഞാൻ വ്യക്തമായി പറഞ്ഞില്ലേ ഞാൻ കത്തിക്കുന്ന സമയത്ത് ആരാളെന്ന്? നിങ്ങളൊക്കെ കേട്ടല്ലേ? എല്ലാവരും കേട്ടല്ലേ? അദ്ദേഹം കേട്ടില്ല. അദ്ദേഹം വീണ്ടും ചോദിക്കുന്നു ഉപ്പ ഉണ്ടോ ഉമ്മ ഉണ്ടോ? ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു. ആ മറുപടി പോലും അദ്ദേഹം കേട്ടില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുക. കാരണം അദ്ദേഹം അടുത്ത ചോദ്യം ചോദിക്കേണ്ട വെപ്രാളത്തില. ഖലീൽക്കയുടെ മത്സരം എന്നല്ല ഇവിടെ ഖലീൽക്ക ഒരു കാര്യം, നിങ്ങളൊരു ഈ ക്ലാസ്സിൽ വരുന്നത് നിങ്ങൾ പിന്നെ മുടക്കരുത് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ചോദിച്ച് അസ്സുആലു നിസ്ഫുൽ ഈമാൻ, ചോദ്യം ഈമാന്റെ പകുതിയാന്ന് പറഞ്ഞു.
അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച് നിങ്ങൾ ബുറാക്കൊക്കെ ഒരു നാൾ നന്നാവും ഇൻഷാ അള്ളാ. അതുകൊണ്ട് വരവ് നിങ്ങൾ മുടക്കണ്ട. ഏതായാലും വരവ് ചെലവ് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വന്നോളൂ. ഏതായാലും KCR അമീർ സാഹിബൊന്നും പിരിവ് ഇവിടെ നടത്തൂല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിരിവ് നടത്തൂലല്ലോ RCKP. ഈ ക്ലാസ്സിൽ പിരിവില്ലാത്ത കാലത്തോളം ആളുകൾക്ക് ധൈര്യത്തിൽ വരാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം മരിച്ച മയ്യത്തിന് 200 റിയാല്, മയ്യത്തുസ്കാരത്തിന് 200 റിയാല് പിരിച്ചതൊക്കെ പഠിച്ചവനെ ഞാൻ ഉംറക്ക് പോയപ്പോ കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഏതായാലും അത്തരം പിരിവൊന്നും ഇവിടെ നടക്കൂല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഖലീൽക്ക, ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, എന്റെ വീട്ടിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഓഫീസ് റൂമിൽ നിന്ന് കത്തിച്ചതിനടക്കം ഞാൻ പറഞ്ഞു. റൂം ഞാൻ അടച്ചിട്ടാണ് ഉള്ളതെന്നും പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത് എനിക്ക് മൂന്നാമത്തെ ഒരു കൈയില്ല, മൂന്നാമത്തെ ഒരു കൈ കൊണ്ട് വീഡിയോ കൂടി പിടിക്കണം എന്നാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ, ഏതായാലും ഞാൻ കത്തിക്കുന്നതിന്റെ വീഡിയോ എന്റെ കയ്യിലില്ല. ബാക്കി 14 മുടികൾ ഹാഫിൽ അബ്ദുൽ ഹക്കീം മുസ്ലിയാരുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പോയി കത്തിച്ചോന്ന്. ഇനിയിപ്പോ നിങ്ങൾ അംഗീകരിക്കുന്ന കാന്തപുരത്തിന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടല്ലോ ആ മുടികൾ, നിങ്ങൾ പോയി പരിശോധിച്ചോ. ഞാൻ പറഞ്ഞ കളവാണെങ്കിൽ, നിങ്ങൾ പോയി പരിശോധിച്ചോ. അത് പരിശോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം ഉറപ്പാ, TK ഹംസ സാഹിബ് പറഞ്ഞതുപോലെ സംഭവിക്കും. പിന്നെ ഈ വിവാദം ഇവിടെ ഉണ്ടാവില്ല. അത് കത്തിച്ച് പരിശോധിക്കുന്നതിനോടുകൂടി പിന്നെ കഥ കഴിഞ്ഞു. പിന്നെ അവിടെ വഖഫ് ചെയ്യും, പിന്നെ നമുക്ക് ഫാത്തിയോതി പിരിയ എന്ന ആ വിഷയത്തിലുണ്ടാകും. ഞാൻ മൈക്ക് റിലീസ്. ജിഷാൻ മാഹി, എന്നാലേ അത് നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു റൂമിലിരുന്നിട്ട് നിങ്ങൾ 2 കൈ കൊണ്ടും കത്തിച്ചു. മൂന്നാമത്തെ കൈ നിങ്ങളെ കൊണ്ട് വീഡിയോ എടുക്കാനില്ല അല്ലേ? എന്നാ ഒരിക്കലും അങ്ങനെ ഒരു കത്തിച്ചതേ ആ 14 മുടി നിങ്ങൾ കൊടുത്തു പറഞ്ഞല്ലോ. ആർക്ക്? രാമന്തളിക്കും, പിന്നെ ആരൊക്കെ? നൗഷാദ് ആശനിക്കോ? എന്നാ അതൊന്ന് തിരിച്ചു വാങ്ങി കൊടുത്തിട്ട് നിങ്ങൾ അതൊന്ന് ജനങ്ങളുടെ മുന്നിൽ വെച്ച് കത്തിച്ചാണേ നമുക്ക് കാണാലോ. നിങ്ങളെ 4 കത്തിച്ചോ കത്തിക്കണോ ഇല്ല എന്നുള്ളത്. നിശാൻമാ എന്തിനാ കളവ് പറയണ്ടേ? കത്തിച്ചിക്കണമെന്ന് പറഞ്ഞു കണ്ടേ. പറഞ്ഞതുപോലെ കണ്ട ഇഞ്ഞാടക്ക് കേട്ട ഞാൻ പറയട്ടെ. കണ്ട ഇഞ്ഞാട് ഇരിക്ക് കേട്ട ഞാൻ പറയട്ടെ. കത്തിച്ച ഞാൻ പറയും, നിങ്ങൾ കത്തിച്ചില്ല എന്ന് മൂപ്പര് പറയാം. സുഹൃത്ത് ഖലീൽക്ക കത്തിച്ചു എന്ന് ഞാനാ പറഞ്ഞത്. നിങ്ങൾ എന്തൊരു സങ്കടം ഇത്. പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട, ആ മുടി 14 മുടി തിരിച്ചു കിട്ടാൻ വേണ്ടി ഹാഫിദ് അബ്ദുൽ ഹക്കീം മുസ്ലിയാരുമായി ഞാനിപ്പോ സന്ധിയില്ല, സമരത്തില. വാട്സപ്പ് ചാറ്റിങ്ങിലൂടെ ഹാഫിദ് അബ്ദുൽ ഹക്കീം മുസ്ലിയാരുമായി ഞാനിപ്പോ സന്ധിയില്ല, സമരത്തിലാണ് എന്റെ മുടി തിരിച്ചു കിട്ടാൻ വേണ്ടി. അദ്ദേഹം പറയുന്നു നിന്റെ കയ്യിൽ ഞാൻ തരൂല. ഞാനിപ്പോ എന്താ ചെയ്യാ? നിന്റെ കയ്യിൽ ഞാൻ തരൂല. അയാളെ വാദം എന്താ? അയാളെ വാദം നീ കൊടുത്തത് നൗഷാദ് ഹസനിക്കല്ലേ, അതുകൊണ്ട് ഇനി എന്നോട് ചോദിക്കണ്ടെന്ന് അയാളെ വാദം. ഞാനിപ്പോ എന്താ ചെയ്യുക ഖലീൽക്ക? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഏതെങ്കിലും ഒരു വക്കീലിനെ പിന്നെ ഏൽപ്പിച്ചിട്ട് ഒരു ഫയൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ആ ജാലിയവാലിന്റെ അടുത്തുനിന്ന് ഞാൻ ഏകദേശം 12,000 റുപ്യ ഫ്ലൈറ്റിന് ചെലവാക്കിയിട്ടാണ് ജാലിയവാലിന്റെ അടുത്ത് പോയിട്ട് അത് വാങ്ങി കൊണ്ടുവന്നത്. ഫ്ലൈറ്റിന്റെ പൈസ വേറെ, ജാലിയവാലക്ക് കൊടുത്ത വേറെ, 2 ദിവസം അവിടെ നിന്ന് ആ എക്സ്പെൻസ് വേറെയും. ഏതായാലും ഹോട്ടലിലല്ല താമസിച്ച, പള്ളിയിലെ താമസിച്ചതുകൊണ്ട് ആ താമസത്തിന്റെ സ്റ്റേയുടെ പൈസ നിങ്ങൾ തരേണ്ടതില്ല എന്ന് അറിയിക്കുന്നു. അതുകൊണ്ട് ഖലീൽക്കാരോട് പറയുന്നത്, ഞാൻ ഈ കളവർട്ട് എന്താ കിട്ടാനല്ലേ? അതുകൊണ്ട് വ്യക്തമായി പറയുന്നു, ഇത് ഞാൻ മാത്രമൊന്നല്ലല്ലോ. ഹമീദ് ഫൈസി കൊണ്ടുവന്ന 7 മുടികൾ അത് പരിശോധിച്ച് നേരിണ്ടല്ലോ. അതിൽ 2 മുടികൾ അവര് കത്തിക്കുകയോ വേറെന്തോ ചെയ്തിട്ടുണ്ട്. ഹമീദ് ഫൈസിയുടെ നേതൃത്വത്തിലുള്ള പിന്നെ SKSSFന്റെ നേതൃത്വം ഈ 2 മുടികൾ, അങ്ങനെയല്ലേ? 5 മുടി ജാലിയവാലയുടെ പ്ലസ് 2 മുടി അമ്മുമുടി അല്ലേ? അങ്ങനെയല്ലേ അതിന്റെ കണക്ക്? ARCKP ആണ് അതിന്റെ കണക്ക് വ്യക്തമായിട്ട് പറയാം, അമ്മുമുടിയുടെ കണക്ക്. അപ്പൊ 2 മുടി അമ്മുവിന്റെ മുടി അടക്കം പിന്നെ ഏച്ചൂട്ടിട്ടാണ് അത് അന്ന് പിന്നെ ഇമ്രാന് തിരിച്ചു കൊടുത്തത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ അടുത്തുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. 18 മുടികളിൽ 14 എണ്ണം ഞാൻ സുരക്ഷിതമായി ഏൽപ്പിച്ചത് ഇന്ന് AP അബ്ദുൽ ഹക്കീം പിന്നെ സുഹൃത്തു കൂടിയായിരുന്ന ഈ പറയുന്ന ഹാഫിദ് അബ്ദുൽ ഹക്കീം മുസ്ലിയാർ, കുരുവട്ടൂർ മുസ്ലിയാരും, ആ ഷെയ്ഖ് ഹാഫിദ് ഉസ്താദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ 14 മുടികളുണ്ട്. ഞാൻ ആളെ കാണിച്ചെന്നില്ലേ? നിങ്ങൾ അയാളോട് പോയി ചോദിച്ചോക്ക്. അയാൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളല്ലേ. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നിങ്ങൾ ചോദിക്കൂ, ഈ മുടികൾ കത്തുന്നുണ്ടോ ഇല്ലയോ എന്ന്. എന്നോട് അയക്കുന്നത്
ഹലോ, അസ്സലാമു അലൈക്കും. എ പിക്കാർക്ക് മാത്രമാണ് അവസരം. പക്ഷെ എന്നാലും ഞാൻ എന്റെ ഒരു സംശയം ചോദിക്കുന്നതാണ്. ജിഷാൻ മാഹി ഈ സത്യങ്ങളെല്ലാം അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ജനങ്ങളോട് തുറന്നു പറയുന്നതിന് മുമ്പ് തന്നെ കാന്തപുരം ഉസ്താദിനെ ഈ വിഷയം ധരിപ്പിച്ചു. അതായത് ഇതിന്റെ സത്യാവസ്ഥ നിജസ്ഥിതി എല്ലാം ബോധ്യപ്പെടുത്തി. അതുപോലെ തന്നെ മറ്റേ നസീർ അസ്ഹരി, അതുപോലെ തന്നെ യാമന്തളി, ഇതെല്ലാവരും അപ്പൊ ഈ കാന്തപുരത്തിന്റെ ആ സമയത്തുള്ള പ്രതികരണം എന്തായിരുന്നു എന്നൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. മൈക്ക് റിലീസ്. ഞാൻ ഈ വിഷയം പറഞ്ഞ ആളുകൾ മുഴുവൻ, ഞാൻ ഓരോരുത്തരെ എണ്ണി പറയാൻ ആഗ്രഹിക്കുന്നില്ല, പറഞ്ഞ ആളുകൾ മുഴുവൻ, അതിൽ ഒരാൾ പറയുന്ന എന്റെ ഉസ്താദായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞൊരു മറുപടി നിങ്ങൾ ക്ലിപ്പിലൂടെ കേട്ടിരുന്നു. ജിഷാനെ, ഈ സത്യമെങ്ങാനും നീ പുറത്തു പറഞ്ഞാൽ ഉണ്ടാകുന്ന ഫിത്ന, അല്ലെ, അങ്ങനെയല്ലേ ആ വാചകം? ജിഷാനെ, ഈ സത്യമെങ്ങാനും നീ പുറത്തു പറഞ്ഞാൽ ഉണ്ടാകുന്ന ഫിത്ന, അതൊന്ന് ഖലീൽ എന്താ അമീർ സാഹിബേ, ARC-KP 4.5 മണിക്കൂർ ക്ലിപ്പ് ഒന്ന് ഖലീൽക്കൊക്കെ ഒന്ന് കൊടുക്കണ്ട നിങ്ങള്? ഖലീൽക്ക് കേട്ടോ? 4.5 മണിക്കൂർ ക്ലിപ്പ് ഖലീൽക്ക് നിങ്ങൾ ഫുള്ള് കേട്ടിരുന്നോ? ഖലീൽക്ക് ഒന്ന് കേൾക്കണം. ഇരുന്ന് നല്ല മനസ്സോടെ, നല്ല സമാധാനത്തോടു കൂടി, നല്ല റിലാക്സ് ആയിട്ടൊന്ന് കേൾക്കുക. അപ്പൊ അവരൊക്കെ പറഞ്ഞ മറുപടി ഏത്? നീ മൗനം പാലിക്കണം, മൗനം പാലിക്കണം എന്നാ. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പടക്കുതിര ആയി ഞാൻ കരുതിയിരുന്ന ഒരു മനുഷ്യൻ നൗഷാദ് ഹസനി മാത്രമാണ് എന്നോട് പറഞ്ഞത്, ഈ തെറ്റുമായി നമ്മൾ മുമ്പോട്ട് പോകാൻ പാടില്ല, ഈ തെറ്റ് നമ്മൾ തിരുത്തണം. ആ അദ്ദേഹത്തിന്റെ വാക്കിൽ കിട്ടിയ പ്രചോദനം, ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ 2ാം ഘട്ട ഓപ്പറേഷൻ ഉള്ളിലൂടെ ഇത് നമ്മുടെ മറ്റുള്ള ആളുകളിലേക്ക് മാറ്റാൻ വേണ്ടി അന്ന് ഗുജറാത്തി ഹാളിൽ SKSSF നേതൃത്വം അവിടെ വെച്ച് പ്രദർശിപ്പിച്ച എന്റെ CD, ആ CD സത്യത്തിൽ ഞാൻ നൗഷാദ് ഹസനിക്ക് കൈമാറിയതാ. കാരണം എന്താ? നൗഷാദ് ഹസനി പറഞ്ഞു, നമ്മുടെ 40 മുഷാവർ അംഗങ്ങൾക്ക് നമുക്ക് വിതരണം ചെയ്യണം. എന്തിന്? അവരിത് ആ വിഷയം അറിയാൻ, ഈ വിഷയത്തിന്റെ ഗൗരവം അറിയാൻ. അതിന്റെ കൂടെ ഒരു കത്ത് കൂടി ഞാൻ നൗഷാദ് ഹസനിക്ക് അയച്ചു കൊടുത്തിരുന്നു. ഇപ്പൊ മനസ്സിലായോ? അപ്പോ നൗഷാദ് ഹസനി ഒഴികെ ഉള്ള മുഴുവൻ ആളുകളും പറഞ്ഞത് മൗനം വിദ്വാനം ഭൂഷണം, നീ ഇത് പുറത്തു പറയരുത്, നീ ഇപ്പൊ മൗനം പാലിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവസാനം ഈ വിഷയമായി നമുക്ക് മുന്നേറണം എന്ന് പറഞ്ഞ നൗഷാദ് ഹസനിയെയും ഇപ്പോ മഷീട്ട് നോക്കിയിട്ട് കാണുന്നില്ല എന്നതാണ് ഒരവസ്ഥ. അല്ല, കാന്തപുരത്തിന്റെ പ്രതികരണം എന്തായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. മറ്റുള്ളവരല്ല, കാന്തപുരത്തെ ധരിപ്പിച്ചപ്പോ കാന്തപുരത്തിന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന്. കാന്തപുരത്തെ ഈ വിഷയത്തിന്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടി പല കുറി ഞാൻ ഈ ബോംബെ ജാലിയവാലയുടെ അടുക്കൽ പോയി വന്നതിന് ശേഷം വിളിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാരായ ആളുകൾ എടുത്തിട്ട് പല ഒഴിവ് കഴിവുകൾ പറയുകയാണ് ചെയ്തത്. പിന്നീട് ഞാൻ സത്യത്തിൽ അന്ന് തിരക്കായിരിക്കും എന്നാണ് മനസ്സിലാക്കിയതെങ്കിലും പിന്നീട് ഞാൻ അറിയാൻ കഴിഞ്ഞു, ഞാൻ ഈ വിഷയം, ഈ യാഥാർത്ഥ്യം അറിഞ്ഞതിന്റെ പേരിൽ ഞാൻ മുനാഫിക്കാണെന്നും ഞാൻ സുന്നി അല്ല എന്നും സാക്ഷാൽ നസീർ അസ്ഹരിയോടടക്കം, കാന്തപുരം അടക്കം, അതുപോലെ തന്നെ നൗഷാദ് ഹസനിയോടടക്കം കാന്തപുരം എന്റെ ഗീബത്ത് പറഞ്ഞത് അവർ എനിക്ക് എത്തിച്ച് തന്നതാണ് പിന്നെ എനിക്കറിയാൻ കഴിഞ്ഞത്. അല്ലേ? ഞാൻ സുന്നിയല്ല എന്ന് എന്നെ പറ്റി പറഞ്ഞ അത് ഗീബത്തല്ലേ സുഹൃത്തുക്കളെ? എന്നെ പറ്റി പറഞ്ഞ ഗീബത്തല്ലേ? ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യ. ഞാൻ സുന്നിയല്ല എന്ന് എന്നെ പറ്റി പറഞ്ഞാല് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യ. അത് കാന്തപുരം പറഞ്ഞാൽ പിന്നെ സുന്നത്താവൂലല്ലോ. മൂപ്പര് എന്റെ പേരിൽ ഗീബത്ത് പറഞ്ഞു. ആ ഗീബത്ത് പറഞ്ഞ വിഷയം ഞാൻ അറിഞ്ഞതിന്റെ പേരിൽ പിന്നെ ഞാൻ മൂപ്പര് പിന്നാലെ കൂടിയിട്ടില്ല. ബാക്കിയുള്ള ആളുകളെ പിന്നാലെ കൂടിയിരുന്നു. അവര് കുറെ ആളുകൾ മൗനം പാലിച്ചു, കുറെ ആളുകൾ നമുക്ക് ഏറെങ്കുളം അബ്ദുൾ റഷീദ് സക്കാഫിയെ പോലുള്ള ആളുകൾ, സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിന്റെ അടുത്ത് പോയി സംസാരിക്കേണ്ട ശൈലി എന്നെ പഠിപ്പിച്ചത് ഏലംകുളം അബ്ദുൾ റഷീദ് സക്കാഫി എന്നോട് പറഞ്ഞു, എന്ത് തന്നെ ഡിബേറ്റ് ഈ സംഭാഷണത്തിൽ ഉണ്ടായാലും അവസാനം നീ നല്ല നിലക്ക് പറഞ്ഞ് പിരിഞ്ഞു വരണമെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുമായുള്ള 4 മണിക്കൂർ സംഭാഷണത്തിന്റെ ഒരു 3 പാർട്ടായി നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം, ആദ്യ ഭാഗം വളരെ ശാന്തമാണ്, മധ്യഭാഗം കലുഷിതമാണ്, മധ്യഭാഗം
പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങളും ഞാൻ ഇറങ്ങിപ്പോകുന്ന ഒരു ഘട്ടം വരെ ആ സംഭാഷണത്തിൽ ഉണ്ടായിട്ടുണ്ട്. മൂന്നാം ഘട്ടം ഏലംകുളം അബ്ദുൾ റഷീദ് സഖാഫി നിർദ്ദേശിച്ചതുപോലെ വളരെ ശാന്തമായി പേരോട് റഹ്മാൻ സഖാഫിയുമായി സംസാരിച്ച് അദ്ദേഹവുമായി നല്ല നിലയ്ക്ക് പിരിഞ്ഞു വരുന്നതാണ് ഉള്ളത്. ആ സംഭാഷണത്തിന്റെ ശൈലി വരെ എനിക്ക് ഏലംകുളം അബ്ദുൾ റഷീദ് സഖാഫിയെ പഠിപ്പിച്ചെന്ന് നിഷേധിക്കട്ടെ, മൂപ്പരെ നിഷേധിക്കട്ടെ. അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ഹലോ ജിഷാൻ, നിങ്ങൾ പറയുന്നു, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്. അങ്ങനെയെങ്കിൽ സത്യത്തിനല്ലേ വിജയം ഉണ്ടാകുള്ളൂ. എന്നിട്ട് നിങ്ങളിപ്പോ ഇതൊക്കെ പുറത്തുവിട്ട് എന്തെല്ലാം തെളിവുകൾ പുറത്തുവിട്ടിട്ട് പോലും ഒരു AP ബാജാറിനെ പോലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളിത് പുറത്തുവിടുന്നതിന്റെ മുന്നേ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നെന്ന് പറയുന്ന നസീർ അസ്ഹരി പോലും നിങ്ങളെ വിട്ടുപോയി. പിന്നെ എന്താണ് നിങ്ങൾ സത്യം എന്ന് പറയാനുള്ള കാരണം? ഹലോ, അതുപോലെ തന്നെ ജിഷാൻ മായി നസീർ അസിയരൊക്കെ എന്തെല്ലാം നിഷേധിച്ചുകൊണു നിങ്ങളെ കൂടെ പോകുന്ന സുഹൃത്ത് എന്നെ പേഴ്സണലായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഞാന് അല്ലേ, ഇത് കേൾക്കുന്ന നമ്മുടെ സൗദി അറേബ്യയിലുള്ള പ്രിയ സുഹൃത്ത് ജാഫർ സാഹിബ് അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അറിയും. ബഷീർ AKT അദ്ദേഹം ഇല്ലേ, AP ഗ്രൂപ്പിൽ നിന്ന് മുടി വിഷയത്തിൽ രാജിവെച്ച് വന്ന ആളുകൾക്ക് വേണ്ടി മാത്രം ഒരു വാട്സപ്പിന്റെ ഗ്രൂപ്പ് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ബഷീർക്ക? നിങ്ങൾ പറഞ്ഞ ആരുമില്ല. AP ഗ്രൂപ്പിൽ നിന്ന് അതിൽ പല ആളും എന്നോട് ചോദിച്ചു നമ്മളെ കൂട്ടുന്നു ARCKP വന്നാലും സോറി കേട്ടോ, കാരണം അതിന്റെ പോളിസി, അതിന്റെ ഭരണഘടന AP ഗ്രൂപ്പിൽ നിന്ന് മുടി വിഷയത്തിൽ പുറത്തു വന്ന ആള് കമാലിയ വിഷയത്തിൽ പുറത്തു വന്ന ആളുകൾക്ക് പോലും അതിൽ പ്രവേശനമില്ല. മുടി വിഷയത്തിൽ പുറത്തു വന്ന ആളുകൾക്ക് മാത്രമുള്ള വാട്സപ്പിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ വേണമെങ്കിൽ നിങ്ങളെയും കൂടി ഒരു മെമ്പർഷിപ്പ്, നിങ്ങൾ മുടി വിഷയത്തിൽ പുറത്തു വന്ന ആളാണെങ്കിൽ കലീൽക്ക് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മുടി വിഷയം കൈയൊഴിഞ്ഞിട്ട് പുറത്തു വന്നാൽ ഇൻഷാ അല്ലാഹ് ആ വാട്സപ്പിന്റെ ഗ്രൂപ്പിൽ നിങ്ങളെയും ചേർക്കും. അപ്പൊ അങ്ങനെ ഒരു വാട്സപ്പിന്റെ ഗ്രൂപ്പ് പോലും ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട്. വളരെ സജീവമായ ചർച്ചകളുമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മളെ പട്ടാമ്പി സ്വദേശി ഫൗസി, പട്ടാമ്പി സ്വദേശി ഫൗസി എന്നൊക്കെ പറഞ്ഞാല് ഏലംകുളമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള SSFന്റെ കർമ്മ നിരതനായ പ്രവർത്തകൻ, അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ആളുകൾ. അതുപോലെ തന്നെ കുവൈറ്റിലുള്ള സുബൈർ, അതുപോലെ തന്നെ നൗഫല്, അവരൊക്കെ എഞ്ചിനീയേഴ്സ് ആണ്. ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് വിദ്യാസമ്പന്നരായ ആളുകൾ. അതുപോലെ തന്നെ ഫൈസൽ എന്ന് പറയുന്ന മറ്റൊരു ദുബായിലുള്ള സുഹൃത്തുക്കൾ, ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന സനത, നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ അബ്ദുസലാം എന്ന് പറയുന്ന നാട്ടിൽ ഒരു ഓഫീസിൽ എറണാകുളം ജില്ലയിൽ ജോലി ചെയ്യുന്ന മറ്റൊരു സുഹൃത്ത്, ഇങ്ങനെ എത്ര ആളുകളുണ്ട്. അപ്പൊ ആരും വന്നില്ല എന്നുള്ളത് നിങ്ങളെ ധാരണ മാത്രമാണ്, നിങ്ങളെ ധാരണ ശരിയല്ല എന്നറിയിക്കുന്നു. ഇനി ഞാൻ പറയാ, ഇനിയിപ്പോ ആരും വന്നില്ല എന്ന് തന്നെ കൂട്ടിക്കോ. ഇനി ആരും വന്നില്ലെങ്കിലും ഞാൻ അനുഭവിച്ച സത്യമില്ലാതിരിക്കോ? ജാലിയവാല ഒരു തെളിവിന് പറ്റുന്ന വ്യക്തിയല്ല, വിശ്വസ്തനല്ല എന്ന് എന്റെ കണ്ണുകൊണ്ട് ഞാൻ ബോധ്യപ്പെട്ടു അല്ലേ? ഇത് KICR റൂമല്ലേ സുഹൃത്തുക്കളെ? ഇത് KICR SKSSFന്റെ റൂമല്ലേ? അല്ലേ? ഓപ്പണൈസ് ഒന്നടിക്കൂ. ഇത് SKSSFന്റെ KICR എന്ന് പറയുന്ന റൂമല്ലേ? അപ്പൊ ഞാൻ അന്ധനല്ല എന്ന് നിങ്ങളിപ്പോ സമ്മതിച്ചല്ലോ. എന്റെ ഇതേ കണ്ണുകൾ കൊണ്ടാണ് ജാലിയവാലയെ ഞാൻ കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോ അതോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ? ഖലീൽ ഖാനോട് ഞാൻ പറയുന്നു, അതുപോലെ തന്നെ ഓപ്പൺ ഐസിനോട് ഞാൻ വളരെ വിനയപൂർവ്വം പറയുന്നു, ഇതും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ചാൻസ് ബാക്കി കിടക്കുന്നുണ്ട്. ആ ചാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത തവണ, നിങ്ങൾ ഇന്ന് നാളെ തന്നെ പോകണമെന്ന് ഞാൻ പറയില്ല, അടുത്ത തവണ നിങ്ങൾ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിനും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കും പോകുന്നതിന് പകരം സാന്താക്രൂസ് എയർപോർട്ടിലേക്ക്, ബോംബെയിലുള്ള എയർപോർട്ടിലേക്ക് പോകുക. എന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് ജാലിയവാലയുടെ വീട്ടിലേക്ക് പോകുക. ഒരു 2-3 മണിക്കൂർ മഗ്രിബിന്റെ ഇശാന്റെ ഇടയിൽ അവിടെ പോയിട്ട് ഇരിക്കുക. അവിടെ നടക്കുന്ന വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നേരിട്ട് കാണാം. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഫഖർ അഹ്സനി പറഞ്ഞ മുറബ്ബിയായ ഷെയ്ഖ് കുത്തുബും വലിയും മഹാനുമായ സയ്യിദ് ജാലിയവാല എന്ന് പകര മുഹമ്മദ് അഹ്സനി പറഞ്ഞ വാക്കാണോ, അല്ലെങ്കിൽ ARCKP പറഞ്ഞ
ബോംബെയിലുള്ള ആക്രി കച്ചവടക്കാരനും പടുജാഹിലും ഗുണ്ടാ തലവനുമായ ARCKP പറഞ്ഞ ആ വാചകമാണോ ഫിറ്റാകുക എന്ന് നിങ്ങളൊന്ന് ബോംബെ വരെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞത്. ഇത് മഹ്ശറയിലുള്ള കാര്യമല്ല, ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ കാര്യമല്ല, ഇത് പാസ്റ്റ് അല്ല, ഇത് പ്രസൻസ്, പിന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ആർക്ക് പോയാലും ഇപ്പോഴും കാണാം എന്നാണ് ആ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. ജിഷാൻമായി ഒരു മിനിറ്റ് നമ്മളെ അഡ്മിന്മാരോടൊക്കെ സമ്മതം ചോദിച്ചിട്ടാണ് ഈ മൈക്ക് എടുത്തത്. എന്തായാലും എനിക്ക് ചോദിക്കാറില്ല കലീല് ബായരോട് ആ സ്നേഹപൂർവം എനിക്ക് ചോദിക്കാറില്ല. എന്റെ പൊന്നു മൊയന്ത് കലീൽക്ക, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കണം. നിങ്ങൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, മുടി ഒന്നുകൂടി കത്തിക്കാൻ പറ്റുമെന്ന്. ഈ മുടി ജിഷാൻ മാഹി കത്തിച്ചതിന്റെ ബാക്കി നൗഷാദ് ഹസനിയും രാമന്തളി ഭാഷ കൂടിയിട്ട് തിരിച്ചു കൊണ്ടുപോയതാണ്. ഇനി നിങ്ങൾക്ക് അത് സംശയം തീർക്കണം. ഞാനും കൂടി സൗദിയിൽ നിന്ന് ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ നാട്ടിൽ വരും, ഞാൻ ക്യാമറ പിടിക്കും, ജിഷാൻ മാഹിയെ കത്തിക്കും. പക്ഷെ നിങ്ങൾ ആ മർക്കസിലുള്ള മുടി ജിഷാൻ മാഹിയുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അത് കത്തിച്ച് കാണിച്ചു തരുന്നതാണ് എന്ന് നിങ്ങളോട് പ്രത്യേകം അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്കൂടുന്നു. അസ്സലാമു അലൈക്കും. അല്ല, തങ്ങളെ മർക്കസിലെ മുടി എങ്ങനെ ജിഷാൻ മായിന്റെ കൈക്കിലെത്തലേ? നിങ്ങൾ വേണ്ട, ജിഷാൻ മായി കൊണ്ടുവന്ന് 4 കത്തിച്ചാണല്ലോ മൂപ്പര് ഒറ്റക്കന്നെ. ഓക്കെ, ഇനി 14 കൊടുത്തല്ലോ ഏതായാലും മൂല്യർക്ക്. ആ മൂല്യർക്ക് കൊടുക്കണില്ലെന്നല്ലേ പറഞ്ഞത്? ജിഷാൻ മായി ആ നമ്പറും തരുമോ, മുസ്ലിയാരെ നമ്പറും തരുമോ? ഞാനൊന്ന് വിളിച്ച് ചോദിച്ചോക്കട്ടെ, അത് തരുമില്ല എന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് കത്തിച്ചിട്ട് വീഡിയോ എടുക്കാലോ, എന്നിട്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാലോ. അല്ല ജിഷാനെ, നിങ്ങളും കലീൽക്കവും തമ്മിലുള്ള പ്രശ്നം ഈ 14 മുടി ആരെയും ഇല്ല. 14 അല്ല, ബാക്കി 4 മുടിന്റെ കാര്യം എന്താ ആരും സംസാരിക്കാത്തത്? അതെന്താ ജിഷാൻ തിന്നോ? അല്ല സുഹൃത്തെ, 18 മുടിയല്ല ജിഷാന് കിട്ടിയത്. ഒന്നെങ്കിൽ നിങ്ങൾ പറയണം ഇപ്പോഴും ജിഷാന്റെ കയ്യിൽ ആ 4 മുടി ഉണ്ട് എന്ന് പറയണം, കത്തിച്ചിട്ടില്ല എങ്കിൽ. അല്ലെങ്കിൽ പിന്നെ ബാക്കി എവിടെ? 14 മുടി നമ്മളെ കുതിര ഷെയ്ഖ് അല്ലെ, ക്യാമറയിൽ ഫോട്ടോ എടുത്താൽ ഫോട്ടോ കാണാത്ത കുതിരയുള്ള കുതിര ഷെയ്ഖിന്റെ കയ്യിൽ 14 മുടി ഉണ്ട് എന്ന് പറയുന്നു. എങ്കിൽ ബാക്കി 18 ബാക്കി 4 മുടി എവിടെ കലീൽ സാഹിബ്? മൈക്ക് റിലീസ് ചെയ്യുന്നു. പിന്നെ മർക്കസിലുള്ള മുടിയല്ല ആ മുടിയെന്ന്, അത് തിരിഞ്ഞിട്ടില്ലല്ലോ. മർക്കസിൽ കിട്ടിയ അതേ മുടി തന്നെയല്ലേ, അതേ സ്ഥലത്ത് തന്നെയല്ലേ ബഹുമാനപ്പെട്ട അമീദ് ഫൈസി ഉസ്താദിന് മുടി കിട്ടത്, ജാലിയവാലക്കും മുടി കിട്ടത്. എന്നോട് മുടി തരാന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പോയിട്ടില്ല. അബൂ റഫിയൊക്കെ കൈപൊക്കിട്ട് ഒരുപാട് സമയം നിൽക്കുന്നുണ്ട്. മൈക്കിലേക്ക് സ്വാഗതം എല്ലാവർക്കും. നല്ല ചോദ്യങ്ങൾ വരട്ടെ. ഖലീൽക്ക, നിങ്ങളോട് സ്നേഹപൂർവ്വം തന്നെയാണ് പറയുന്നത്. ആ മറ്റേ ഹാഫിൽ ഉസ്താദ് അദ്ദേഹം ഫോണിലൂടെ സംസാരിക്കൂല എന്നുകൂടി അദ്ദേഹത്തെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അദ്ദേഹം ഫോണിലൂടെ സംസാരിക്കൂല, അദ്ദേഹം ചാറ്റിംഗ് ആണുള്ളതും. അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്ത ആളുകൾ മാത്രമേ അദ്ദേഹം ചാറ്റ് ചെയ്യാറുള്ളൂ. ഏതായാലും അദ്ദേഹത്തിന്റെ അളിയന്റെ നമ്പർ ഞാൻ തരാം, പേഴ്സണലായിട്ട് നിങ്ങൾ തരാം. അദ്ദേഹത്തിന്റെ പേര് ചില്ലറക്കാരനല്ല, അബ്ദുസമദ് അൻവരിയാണ്. അബ്ദുസമദ് അൻവരിയെ നിങ്ങൾ വിളിച്ചു ചോദിക്കണം. അബ്ദുസമദ് അൻവരിക്ക് വിഷയങ്ങൾ ഒരു വിധം അറിയാം. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിങ്ങൾ പോകണം, എന്നിട്ട് നിങ്ങൾ വിഷയം ചോദിക്കണം, നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം, നിങ്ങൾ സത്യത്തിലേക്ക് വരണം എന്ന് മാത്രം അറിയിക്കുന്നു. ഖലീൽക്കാക്ക് ഞാൻ അദ്ദേഹത്തിന്റെ അളിയൻ അബ്ദുസമദ് അൻവരിയുടെ നമ്പർ ഞാൻ അയച്ചുതരാം. ഹലോ, അസ്സലാമു അലൈക്കും. ARCKPനോട് തന്നെ ചോദ്യം. ഇപ്പോ നമ്മുടെ അഹമ്മദ് സാഹിബ് മോഡിയെ കുറിച്ച് കുറച്ച് നന്നാക്കിയിട്ട് സംസാരിച്ചല്ലോ, അതേക്കുറിച്ച് ARCKPയുടെ അഭിപ്രായം എന്താണ്? നിങ്ങളെ മുടിന്റെ ഇടക്ക് മോടി കൊണ്ടുവരണ, നമുക്ക് ചട്ടിയും മുടിയൊക്കെ ഇല്ല, അതുപോലെ അല്ല, ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ പറയുന്നല്ലേ. കാരണം നിങ്ങൾ ലീഗേറിനല്ലേ, നിങ്ങൾ അഹമ്മദ്ക്കാരല്ലേ പറഞ്ഞ്. നിങ്ങൾ പലപ്പോഴും KC റൂമിൽ വന്നിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ ലീഗുകാരനാണ്.
അല്ല ജിഷാമയുടെ പ്രശ്നമുണ്ട്. മൂപ്പർ ഭയങ്കര മുടിഞ്ഞ ലീഗാന്ന്. കുഞ്ഞാലിക്കുട്ടി ലീഗിന്ന് രാജിവെച്ചാലും അബൂ റഫിയ ലീഗിന്ന് രാജിവെക്കൂല. അമ്മാതിരി ലീഗാന്ന്. അതുകൊണ്ടല്ലേ ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് നിലപാട്? എന്റെ സുഹൃത്തെ, നരേന്ദ്രമോദി എന്ന് പറയുന്ന നരഭോജിയായ ഗുജറാത്തിലെ പാവപ്പെട്ട സഹോദരിമാരെയും ഉമ്മമാരെയും അറുകൊല ചെയ്ത ആ മനുഷ്യനെ കുറിച്ച് അന്നത്തെ അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും. പക്ഷെ ഇന്ന് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ന് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. അദ്ദേഹത്തെ ബഹുമാനിച്ചേ പറ്റൂ. അദ്ദേഹത്തെ അംഗീകരിച്ചേ പറ്റൂ. അതല്ലേ ഇന്ത്യയുടെ ഭരണഘടന. ഇന്ത്യയുടെ ഭരണ തലവനായ അദ്ദേഹത്തെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ, ബഹുമാനിച്ചേ പറ്റൂ, ആദരിച്ചേ പറ്റൂ. അതങ്ങനെ തന്നെയല്ലേ അബൂ റഫിയ? സ്വാഭാവികമായിട്ടും ഈ അഹമ്മദ് സാഹിബ് MP ആണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പാർലമെന്റിൽ എന്തായാലും പിന്നെ നരേന്ദ്രമോദിയുടെ സഹായങ്ങളും കാര്യങ്ങളും വേണ്ടിവരും. കാരണം അദ്ദേഹമാണ് പ്രധാനമന്ത്രി. ഭൂരിപക്ഷവും അദ്ദേഹത്തിനാണ്. മൃഗീയമായ ഭൂരിപക്ഷമാണ്. പക്ഷെ അതേ സമയത്ത് AP വിഭാഗത്തിനെ പോലെ BJP-ക്കാർക്ക് വേണ്ടി APയും പറഞ്ഞു കഴിഞ്ഞോ? അതെപ്പോഴാണ് മുസ്തഫ? APയും അംഗീകരിച്ചു, APയും പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ടായിരുന്നു. അല്ലാഹു ഇനി ഇപ്പൊ പറയുന്നതല്ല വിഷയം. മുമ്പ് നിങ്ങൾക്കറിയാലോ, മംഗലാപുരം ഭാഗത്തൊക്കെ പല സഖാഫിമാരും ആളുകളൊക്കെ ഇപ്പോഴും ആ പോസ്റ്റുകൾ ഉണ്ട് ഫേസ്ബുക്കിലൊക്കെ. BJP-ക്ക് വേണ്ടിയിട്ട് സിന്ദാബാദ് വിളിച്ച് അവർക്ക് വേണ്ടി വോട്ട് നേടുക. അതായത് കേരളത്തിൽ AP വിഭാഗത്തിന്റെ രാഷ്ട്രീയ ലൈൻ നമുക്കറിയാം, ഇടതുപക്ഷ ചായ്വാണ്. അതേപോലെ കർണാടകയിൽ അവർ BJP ചായ്വാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോ അതിനെക്കുറിച്ചൊന്നും അതിന്റെ അപ്പുറം ഒന്നും പറയാനില്ല കേട്ടോ. പ്രത്യേകിച്ച് ലീഗുകാരനായ നിങ്ങൾക്ക് എന്ത് നിലപാടാണോ അതേ നിലപാട് തന്നെയാണ് നമ്മളതും എന്ന് സാന്ദർഭികമായിട്ട് അറിയിക്കുന്നു. പിന്നെ ചർച്ച മുടിയും ചട്ടിയും മതി, മോഡി സമയമാകുമ്പോൾ പറയും, അന്നേരം അതിലേക്ക് പോകാം എന്നറിയിക്കും. മൈഗ്രേസ് നിങ്ങൾക്ക് എന്താ ജീഷാനെ തീരെ ഒന്നും ഇഷ്ടപ്പെടാഞ്ഞ്? അബൂ റഫിയ നിങ്ങളെ ഇഷ്ടപ്പെട്ട ആളല്ലേ ജിഷാമായി? ഇന്ന് ജിഷാമായിയാണ് മറുപടി പറയുന്നത്. അപ്പൊ മുടിയും ചട്ടിയും പരമാവധി ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ പിന്നെ എപ്പോഴും ഉണ്ടാവുമല്ലോ. നമ്മൾ താഴത്തുണ്ട്. മൈക്ക് റിലീസ് ചെയ്തു. അസ്സലാമു വറഹ്മത്തുള്ളാഹി. ജിഷാനെ, പിന്നെ കൈരളി ചാനലില് കുറെ സമയം സ്പോൺസേർഡ് പ്രോഗ്രാം നടത്തി. ആ സമയത്ത് എന്റെ ജിഷാനെ ജസ്റ്റ് ഒരു മുടി കൊണ്ടുവന്നിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ കത്തിക്കുകയാണ് എങ്കിൽ ഇത്രമാത്രം വിഷയം കോലാഹലം ഉണ്ടാവില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? ജിഷാനെ തന്നെ വിശ്വാസമില്ല എന്നുള്ളതാ അല്ലെ? അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? ജിഷാനെ തന്നെ വിശ്വാസമില്ല. ഞാനത് കൈരളി ചാനലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആളുകൾ അത് വിശ്വസിക്കൂല. കാരണം എന്താണ്? അത് ജിഷാൻ പറഞ്ഞതാണെന്ന് ജിഷാൻ എന്നെ സ്വയം ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. ജസ്റ്റ് അതൊന്ന് കൊണ്ടുവന്ന് കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇനി ഒരു സംഗതി കൂടി പറയാം. സ്വകാര്യമായിട്ട് ജിഷാൻ അത് കത്തിച്ചു എന്ന് തന്നെ വിചാരിക്കട്ടെ. AP അബൂബക്കർ മുസ്ലിയാറിന്റെ അടുത്തുള്ള മുടി സനത് തെളിയിച്ചതാണ് എന്ന് ഉസ്താദിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, മറ്റുള്ളവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇനി നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഉസ്താദിനില്ല എന്നും കൂടി ഞാൻ വ്യക്തമാക്കിയിട്ട് പറയണം. മൈക്ക് റിലീസ്. ആ പണി ഒരിക്കലും ജിഷാൻ ചെയ്യൂല. ആ ഒരിക്കലും കത്തിവില്ല. പിന്നെ ജിഷാൻ കേൾക്കുന്നില്ലേ? കാണാനില്ല എന്നല്ലേ? ഇക്കാമ കാണാനും ഇല്ല. ഒരാൾക്ക് ഇക്കാമ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇക്കാമ കാണാനില്ല എന്നുള്ള സുഹൃത്ത് ആത്മാർത്ഥമായിട്ടാണ് ഇക്കാമ കാണാനില്ലെങ്കിൽ ARCKP-യുമായി ബന്ധപ്പെടുക. സൗദി അറേബ്യയിലുള്ള ഹംസാക്ക നിങ്ങളെ ഇക്കാമ ശരിയാക്കി തരും എന്ന് നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ മറുപടി തന്നു എന്ന് മാത്രം. ഏതായാലും ഞാൻ കൈരളി ചാനലിൽ പോയിട്ടില്ല. പിന്നെ അതുകൊണ്ട് തന്നെ കൈരളി ചാനലിൽ പോയിട്ട് കത്തിക്കാൻ ബാക്കി പരിപാടിയെല്ലാം ഞാൻ കൈരളി ചാനലിൽ പിന്നെ ചെയ്താലല്ലേ എനിക്ക് കൈരളി ചാനലിൽ പോകേണ്ടത്. ഞാൻ കൈരളി ചാനലിൽ ഒരു സ്പോൺസേർഡ് പരിപാടി ഞാൻ അവതരിപ്പിച്ചിട്ടില്ല. പിന്നെ ഞാനീ പറയുന്നത് നിങ്ങളെ ഫോഴ്സ് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്കില്ല. ഞാൻ ആരെയും ഫോഴ്സ് ചെയ്തിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതും. ഏതായാലും പിന്നെ ഞാൻ സാന്ദർഭികമായിട്ട് ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ സുഹൃത്ത് സൗദി അറേബ്യയിലുള്ള ജാഫർക്ക പറഞ്ഞൊരു വാചകം, സത്യം പറഞ്ഞാല് അദ്ദേഹം എനിക്ക് വാട്സപ്പിന്റെ പിന്നെ വോയിസ് പിന്നെ മെയിലിലൂടെ അയച്ച ഒരു ക്ലിപ്പ് ഇങ്ങനെ അദ്ദേഹം ഞാൻ പറഞ്ഞ നേരത്തെ മുടി വിട്ട് വന്ന ആളുകളുടെ ഗ്രൂപ്പിൽ അദ്ദേഹം ഉണ്ട്. അദ്ദേഹം പേഴ്സണലായിട്ടും പിന്നെ ക്ലിപ്പുകളും ചാറ്റുകളൊക്കെ നടത്താറുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു ക്ലിപ്പ്
ഞാൻ സത്യം പറഞ്ഞ അത് കേട്ടപ്പോ കണ്ണിന്ന് വെള്ളം നിറഞ്ഞുപോയി. കാരണം അദ്ദേഹം ഇതിൽ പറഞ്ഞു, ജിഷാനെ ഞാൻ ഒന്നും കാണാതെ 24ഓളം 23-24 വർഷം അദ്ദേഹം പറഞ്ഞു കാന്തപുരത്തിന്റെ കൂടെ നടന്നിട്ട് കാന്തപുരം ഉസ്താദ് അടക്കമുള്ള പിന്നെ പണ്ഡിതന്മാരെ തള്ളിയിട്ട് സാധാരണക്കാരനായ ഒരു ജിഷാൻ പറഞ്ഞു എന്നുള്ളത് ഞാൻ 100% വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഉസ്താദുമാരെ തള്ളിയിട്ട് സാധാരണക്കാരനായ നിന്റെ വാക്ക് ഞാൻ വിശ്വസിച്ച് ഈ പ്രസ്ഥാനം വിട്ടെറിഞ്ഞു വന്നത്. സത്യം പറഞ്ഞ ചില്ലറ വാക്കല്ലത്. ആ വാക്കിന്റെ ഖനം ഒരുപക്ഷെ പരിഹാസ രൂപേണ ഈ വിഷയങ്ങൾ ഇവിടെ ചോദിച്ചിട്ട് വെറുതെ കൊസറാക്കൊള്ളി മറുപടികളും ചോദ്യങ്ങളും നിങ്ങൾ പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ആളുകൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകില്ലെങ്കിൽ ഞാൻ പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളെ ഈമാൻ പിഴപ്പിച്ചത് കൊണ്ട് എനിക്ക് എന്താണ് സുഹൃത്തെ ഈ ദുന്യാവിൽ നേട്ടുള്ളത്? നിങ്ങളൊരു കാര്യം പറ. അതുകൊണ്ട് എനിക്ക് നടന്നതേ പറയാൻ സാധിക്കുകയുള്ളൂ. പല ആളുകളും ചോദിക്കുന്നുണ്ട്, ആദ്യം ജാലിയവാലിന്റെ അടുത്ത് പോകുന്ന സമയത്ത് വേറൊരാളെ കൂട്ടാഞ്ഞേന്ന്. ജാലിയവാല എന്നോട് ഒറ്റയ്ക്ക് വരാനായിരുന്നു പറഞ്ഞത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് AP ഗ്രൂപ്പിനെ തകർക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പരീക്ഷണം നടത്തിയിട്ട് പൊതുസമൂഹത്തിൽ കാന്തപുരത്തെ അപമാനപ്പെടുത്താൻ വേണ്ടിയോ അല്ല ഞാൻ ജാലിയവാലയുടെ അടുക്കലേക്ക് പോയത്. അങ്ങനെയാണെങ്കിലേ ഞാൻ ഇതൊക്കെ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ട് എനിക്ക് 2011 തന്നെ ചെയ്യാമായിരുന്നു. എന്റെ സുഹൃത്ത് മുഹമ്മദ് രാമദല്ലി ഈ ക്ലിപ്പുകൾ പുറത്തു വിട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോ പറയാം, നിങ്ങൾ എന്നെ മണ്ടെന്ന് വിളിച്ചാലും കുഴപ്പമില്ല, എന്ത് വിളിച്ചാലും കുഴപ്പമില്ല, ഈ സംഘടനയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇത് തിരുത്താൻ പറ്റുമെങ്കിൽ ഞാൻ ഇന്നും ആ ഒരു മാർഗമേ സ്വീകരിക്കുമായിരുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായോ? ഇന്നും ഇവര് തിരുത്തും, പക്ഷെ തിരുത്തണം എന്നിങ്ങനെയാണ് എന്റെ അന്നും ഇന്നുമുള്ള ആഗ്രഹം. ഞാൻ വ്യക്തമായി പറഞ്ഞു, ജാലിയവാലയുടെ കയ്യിലുള്ള മുടികൾ വ്യാജമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഇന്നേ വരെ ബൈലിക്സിലൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലാസ് റൂമിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് ഞാൻ മർക്കസിലുള്ള മുടി ഷാർ മുബാറക് ആണെന്ന് പറഞ്ഞിട്ടില്ല. അത് ഒരൊറ്റ ആണായി പറഞ്ഞവന് സാധിക്കില്ല. അതുകൊണ്ട് വ്യക്തമായി ബോധ്യപ്പെട്ട സമയത്ത് അത് തിരുത്താനുള്ള നടപടികളുമായി ഞാൻ മുമ്പോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വിഷയം സമർത്ഥിക്കാൻ വേണ്ടി കാന്തപുരം പറഞ്ഞതുപോലെ കുതുബുദ്ദീൻ ഫിർദൌസി എന്നും മർഹല ഷെരീഫ് എന്നും ബറക്കാത്തി സാദാത്യങ്ങളെന്നും അതുപോലെ തന്നെ ജുനൈദുൽ ബാഗ്ദാദി എന്നുള്ള ഔലിയാക്കന്മാരെ പേരൊക്കെ തട്ടിവിട്ടതുപോലെ ഒരു കാര്യം സമർത്ഥിക്കാൻ വേണ്ടി ഈ പാവപ്പെട്ട എനിക്ക് ഇല്ലാ കഥകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഉള്ള കഥകൾ മാത്രമേ പറയേണ്ട ആവശ്യമുള്ളൂ എന്ന സുഹൃത്തിനോട് ഓർമ്മപ്പെടുത്തുക. ഹലോ, അസ്സലാം വലൈക്കും. RCKP നമ്മളെ പിന്നെ ബാപ്പു ഉസ്താദ് പിന്നെ മോഡിയെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അത് എങ്ങനെ, അതിന്റെ കൂടെ ഒന്ന് വിശദീകരിച്ചാണ്. ിനെ വിളിച്ചത് ഏതായാലും അബൂറഫിക്ക് മറ്റുള്ള സംശയങ്ങളൊക്കെ തീർന്നു എന്നല്ല ഇപ്പൊ മനസ്സിലാക്കുന്നത്. ഏതായാലും ബാബ മുസ്ലിയാർ നരേന്ദ്രമോദി അംഗീകരിച്ചോ ഇല്ല എന്നുള്ള അത്തരം സംശയങ്ങളിലേക്ക് വഴിമാറി വന്നിട്ടുണ്ട്. ഏതായാലും RCKP വന്ന് നിങ്ങളെ പേര് വിളിച്ച് പറഞ്ഞതാണ്. യാ ഫുലാൻ എന്നൊക്കെ പറയുന്നത് പോലെ യാ RCKP എന്ന് വിളിച്ച് എന്നെ ചോദിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ പറഞ്ഞോളി. ഞാൻ അതിന്റെ ഇടയ്ക്ക് RCKPയോട് ചോദിച്ച ചോദ്യം നിങ്ങളെന്താ മറുപടി പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് വേറൊരു ചോദ്യം വരും. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മൈക്കോളൂ. അസ്സലാമലൈക്കും. ഹലോ, RCKP. അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ടോ? താങ്കളോടാണ്, RCKPയോടാണ് പ്രത്യേകിച്ചും. ഈ അബൂ റഫി എന്ന് പറയുന്ന മനുഷ്യൻ, ഇദ്ദേഹം വന്ന് ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക, അതിന് മറുപടി കിട്ടുമ്പോഴത്തേക്ക് ഇത് സംവദിക്കലല്ലേ, പരസ്പര സമ്മതമല്ലേ ഇത്? ഇതിന് അദ്ദേഹത്തിന്റെ അഭിപ്രായം തീർച്ചയായിട്ടും ആ ചോദിച്ചതിന് അദ്ദേഹത്തിന്റെ മറുപടി കിട്ടിയതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് അടുത്ത ചോദ്യത്തെ അനുവദിക്കൂ. അസ്സലാമലൈക്കും. ഇതൊന്നും തന്നെ തുടങ്ങിയതല്ല. ഇത് കുറെ RCKP വരട്ടെ, കുറച്ച് കഴിഞ്ഞാലും ജിസാമായി വരട്ടെ, ക്ലിപ്പ് കട്ട് ചെയ്യുക, അത് ഇങ്ങനെ കുറെ കാലം പോവും. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ സഹിക്കുന്നതിന്റെ കുട്ടികൾ
എന്റെ സൈക്കുനാന്റെ കുട്ടി റഫീഖെ ARCK വിളിച്ചപ്പോ നീ ടംസറിൽ പാത്തിയ മോനല്ലേ നീ സംസാരിക്കാതെ അല്ലേ? എന്റെ ഉസിരും പുളിയൊക്കെ എവിടെ പോയിരുന്നു? ഞാൻ ഫ്രീ ആണ്, വിളിച്ചോളി, ഞാൻ സംസാരിക്കാം, ഞാൻ ഭയങ്കരാണ്, ഞാൻ ചക്കയാണ് മാങ്ങയാണ്, എന്നെ ഇപ്പൊ ആദരിക്കാൻ കൊണ്ടുപോവാണ് അല്ലേ? കൊണ്ടോട്ടേമു മൈക്കില് വാ, നീ മൈക്കില് വാ, നീ കാണിച്ചരാ. ഞാൻ ഷെയ്ഖുനാന്റെ മോനാ, വാ ഷെയ്ഖുനാന്റെ മോനല്ലേ നമ്മ കാത്തിരിക്കുന്നത്, വേമ്പാ. ഷെയ്ഖുനാൻ ഇങ്ങനെ ഒരു മോനുണ്ടായിരുന്നു, ഞാൻ വിചാരിച്ച അക്കിയും മാത്രമേ ഉണ്ടായിട്ടു, നിങ്ങളും ഉണ്ട്. പറയേണ്ട നേരത്തെ മൈക്കില് വാ, ഷെയ്ഖുനാന്റെ മോൻ മൈക്കില് വാ. അങ്ങോട്ട് വിട്ടാളാ. പല കോലത്തിൽ നിങ്ങൾ പല പരിപാടി നോക്കും. എന്തൊക്കെയാണ് ഇനി ക്ലിപ്പ് കുറെ കട്ടുണ്ടാക്കി ജിസാന്റെ ക്ലിപ്പും ജിസാന്റെ 17 മുടി ഇസ്ലാമിന് തെളിവ് എന്തെങ്കിലൊക്കെ വിചാരം. നിങ്ങൾ കുറെ ആൾക്കാർ ഇങ്ങോട്ട് വരിക, എന്നിട്ട് ഇല്ലാത്ത ഓരോന്നോട്ട് പറയാ, കുറെ ക്ലിപ്പ് ഉണ്ടാക്കുക. പഠിച്ചോനെ ക്ലിപ്പ് കട്ട് എന്ന് പറഞ്ഞ എന്റെ മുടി കക്കല്ല. ഇഷാൻ ക്ലിപ്പ് കട്ട് എന്ന് പറഞ്ഞ മൂപ്പര് എന്റെ ഒരു മുടി കട്ട് 17 മുടിയല്ല 18 മുടി അമുക്ക മുടി കക്കല്ല. മുടി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന മുടി, അതിന്റെ പാട് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എന്താ ഇന്നുവരെ കട്ടെ? ഞാൻ കട്ട ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾപ്പിച്ചു തരും. എപ്പിക്കാരോടേക്കുന്ന പണ്ട് പയ്യോളിനോട് ഞാൻ ചോദിച്ചിരുന്നു, പയ്യോളിന്റെ ആൾക്കാരോട് ഞാൻ ചോദിച്ചിരുന്നു, 8 ദിവസം ഓപ്പറേഷൻ നടത്തിയിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയെന്ന്. ഇന്നേ വരെ ഒറ്റ ഏപ്പിക്കാരന് മറുപടി പറ്റില്ല. എന്നാ ഞാൻ പറ, ജിഷാൻ മാഹി കട്ട് കേൾപ്പിച്ചു എന്ന് പറഞ്ഞൊരു ക്ലിപ്പ് നിങ്ങൾ കേൾപ്പിക്കോ? നടക്കൂല മക്കളെ. നിങ്ങൾക്കിങ്ങനെ ഇന്നഹുല്ല കാദിബൂൻ ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങൾ കള്ളം പറയുന്ന കള്ളം പറയുന്ന ആളുകളാന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് നിങ്ങൾ കള്ളം പറയല്ല. എന്താ നമ്മൾ കട്ട് കേൾപ്പിച്ചെന്ന് പറ. ജിഷാനെ നിങ്ങൾക്ക് കൊണ്ടിട്ട് എമ്മുനെ മനസ്സിലായോ? ജിഷാനെ കൊണ്ടുവിട്ട് എമ്മുനെ മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു. മനസ്സിലായിട്ടില്ലേ? നമ്മുടെ സംവാദ വ്യവസ്ഥയിലുണ്ടായ നമ്മളെ റഫീഖാണിത്. നിങ്ങൾ കൊറേ നേരം ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്ന അതാണ് ഈ സാധനോ. നമുക്കെന്നാ ഇപ്പൊ ഇവിടെ തന്നെ ഒരു സംവാദമാക്കിയാലോ? നമുക്ക് ഇവിടെ തന്നെ ഒരു സംവാദമാക്കിയാലോ? മൂപ്പര ഉശിരും പുളിയൊക്കെ നമുക്ക് കാണാമല്ലോ. ഞാൻ ഫോൺ വിളിച്ചതിന്റെ ക്ലിപ്പ് ഉണ്ട്, കട്ടൊന്നും ചെയ്യാത്ത തന്നെ ഉണ്ട്. അതും വേണമെങ്കിൽ ഇപ്പം തന്നെ ഇവിടെ ലൈവായിട്ട് വിട്ടുതരാം. കൊണ്ടോട്ട് ഏമൂന് വേറെ നിറഞ്ഞോട്ടെ. പക്ഷെ അതിനേക്കാളൊക്കെ നല്ലത് കൊണ്ടോട്ട് ഏമൂ ഈ ക്ലിപ്പിന് മൂപ്പർക്ക് തീരെ ഇഷ്ടമില്ല. നമുക്ക് ലൈവായിട്ട് നോക്കാം. മൈക്കില് വാ, മൈക്കില് വാ. അസ്സലാമു അലൈക്കും. അങ്ങനെ ചങ്കൂറ്റിട്ട് ഞാൻ കൊണ്ടോട്ട് ആയ പറഞ്ഞ ഞാൻ വിളിച്ച ക്ലിപ്പ്, എനിക്ക് വിളിച്ച ക്ലിപ്പ് ഉണ്ട്. ഈ ചങ്കൂറ്റ് ആളത്തുണ്ട് ഈ ARCK ഇവിടെ. ഇത് ഏതോ ആളെ തെറ്റിദ്ധരിച്ചിട്ടാണ് താൻ പറയുന്നത്. നിങ്ങൾ ഏതോ റഫീഖ് ഏതോ ആളെ വെച്ചിട്ട് ഞാൻ ക്യാമറ ഉണ്ടോ നോക്കിയാൽ ചങ്കൂറ്റ് ആണത്തുണ്ടെങ്കിൽ ഞാൻ വിളിച്ച ക്ലിപ്പ് വിട്. നിങ്ങൾ എന്താ ഇതന്നെയാണ് നിങ്ങൾക്ക് വിളിച്ചു? നിങ്ങൾ ആളെ തെറ്റിദ്ധരിക്കുകയാണ്.